നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ചാപ്റ്റർ 2, രണ്ടാമത് അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. അത് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്ധിയില് ദൈവനിയോഗത്തെ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൂടെ എല്ലാവർക്കും വന്ദനത്തെ അരുളുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമത് അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരമായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. ചേർന്ന് വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അവിടെ നാം വായിക്കുന്നു, അതിന്റെ അവസാനത്തെ വാക്യത്തില് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമത് അധ്യായത്തില് 1-ാമത് അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവർ കൂടിയിരിക്കുമ്പോൾ കർത്താവരോട് പറഞ്ഞു, സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ്, യു ഷുഡ് നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറൂസലേം അണ്ടിൽ യു റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അണ്ടിൽ യു റിസീവ് ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. ഞാൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ കാത്തിരിക്കണമെന്ന് അവരോട് പറയുകയും അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. 1-ാമത് അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ആ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നു, അപ്പോസ്തലന്മാരും അവര് അമ്മ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും സഹോദരന്മാരോടും കൂടെ കാത്തിരുന്നു എന്ന് കാണുന്നു. 2-ാമത് അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങനെ കൂടിയിരുന്ന സമയത്ത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടാകുകയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങുകയും ചെയ്തു. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളില് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജനം ഓടിക്കൂടി വരുന്നു. 14-ാമത്തെ വാക്യത്തില് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്നു. പത്രോസ് പ്രസംഗിക്കുമ്പോൾ 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ടാണ് പത്രോസിന്റെ പ്രസംഗം. ഒരു ദൈവവചന പ്രസംഗത്തില് എന്തുമാത്രം വചനങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കാമോ? യോവേല് പറഞ്ഞ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള തിരുവചനത്തെ ആധാരമാക്കിക്കൊണ്ട് തന്റെ പ്രഭാഷണം തുടരുകയാണ്. തുടരുമ്പോൾ 37-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇത് കേട്ടിട്ട് when they heard this they were cut to the heart. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തില് കുത്തുകൊണ്ടു. ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മാറ്റമാണ്. അവരുടെ ഹൃദയത്തില് കുത്തുകൊണ്ടു. they were cut to the heart, ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്നിട്ട് അവർ ചോദിച്ചു, സഹോദരമായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അവരെന്ത് ചെയ്തു? അവരോട് ചേർന്നു. എന്നാൽ കാണുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ നാം സഭയുടെ അടിസ്ഥാന, അതുകൊണ്ടാണ് അതിന്റെ അവസാന വാക്യത്തിൽ കാണുന്നു, അവർ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ, സഭ എന്നുള്ള വാക്ക് അവിടെ നാം കാണുന്നുണ്ട്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അതിനെ എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ സഭ എന്ന ശരീരത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. വളരെ കൃത്യമായി എഫേസ്യ ലേഖനം സഭ എന്താണെന്ന് പറയുന്നുണ്ട്. സഭ ഒരു മർമ്മമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുക. അപ്പൊ എനിക്ക് സഭ അവിടെ എന്നുള്ള ആ മഹത്തായ ആശയത്തെ അവിടെ കാണുകയാണ്. അവർ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ ഈ അധ്യായത്തില് നമ്മൾ സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ കാണുന്നുണ്ട്. അതാണ്
ദൈവം എനിക്ക് തന്ന ഒരു നിയോഗം, അടിസ്ഥാന വേദ ഉപദേശങ്ങളെപ്പറ്റി ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാനായിട്ടുള്ള ഒരു നിയോഗമുണ്ട്. അപ്പോൾ അവിടെ നാം കാണുന്നു, സഭയോട് ചേർക്കുകയാണ് എന്ന് കാണുന്നു. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞ്, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. എഫേസ്യ ലേഖനത്തിൽ നാം കാണുന്നു സഭ ഒരു കെട്ടിടമാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലും എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് കാണുന്നു. അവന്റെ സഭയായ ശരീരമെന്ന് എഫേസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലും സഭയെ ശരീരമാക്കി നാം കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത്. എല്ലാവരും വാക്ക് പറഞ്ഞ്, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അപ്പോൾ സഭ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു തെളിവാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത് അധ്യായത്തില് കാണുന്നുണ്ട്, അത് ഒരു ശരീരമാണ് എന്ന് കാണുന്നുണ്ട്. എന്നാൽ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ വരങ്ങളാണ്. എന്നിട്ട് പറയുകയാണ്, ഓരോ വരങ്ങളും വ്യത്യാസമുണ്ടെങ്കിൽ പോലും ശരീരമൊന്ന്. അതിൻ്റെ 1 കൊരിന്ത്യർ 12-12 ശരീരമൊന്നും അതിന് അവയവം പലതും. ശരീരത്തിൽ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. അങ്ങനെ നാം ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പൊ സഭ ഒരു ശരീരമെന്ന് കാണുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ വരുമ്പോഴും നാം അത് കാണുന്നുണ്ട്, സഭ ഒരു ശരീരമാണ്. അത് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള നിലകളിൽ സഭയെ നാം കാണുന്നുണ്ട്. അതൊരു കെട്ടിടം എന്ന നിലയിൽ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് എഫേസ്യ ലേഖനം, സഭ ഒരു മർമ്മമാണ്. ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെ, ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി, ഇതൊരു രഹസ്യമാണ്. ഈ മർമ്മം വലുത്, ഞാൻ സഭയെയും ക്രിസ്തുവിനെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പൊ വളരെ ഗൗരവമായിട്ട് ഓർക്കുക, രക്ഷിക്കപ്പെടുന്നവരെ സഭയോടാണ് ചേർക്കുക. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ സഭയാം ശരീരത്തിന്റെ അതൊരു രഹസ്യമാണ്, അതൊരു മിസ്റ്ററിയാണ്, അതൊരു മർമ്മമാണ് എന്ന് വിശുദ്ധ വചനം പറയുന്നു. ഞാൻ സഭയെ സ്നേഹിക്കുന്ന, സഭയോട് ശുശ്രൂഷിക്കുന്ന ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എപ്പോഴും സഭയോട് ആദരവുള്ള ഒരാളാണ്, സഭയോട് സ്നേഹമുള്ള ഒരാളാണ്. സഭ നിലനിൽക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം കുടുംബങ്ങളുണ്ടെങ്കിലേ സഭയുള്ളൂ, സഭയുണ്ടെങ്കിലേ എന്തുള്ളൂ, കുടുംബങ്ങളുള്ളൂ. നാളത്തെ കുടുംബങ്ങളുടെ നിലനിൽപ്പിന് സഭ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ദൈവസഭ വളരെ ഈ ലോകത്ത് സഭയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ദേശത്തെ വെളിപ്പെടുത്തുള്ളൂ. ആഗോള സഭയുള്ളപ്പം തന്നെ പ്രാദേശിക സഭകളുണ്ട്. ആഗോള സഭയും പ്രാദേശിക സഭയും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. സഭ ക്രിസ്തുവിന്റെ എന്താണ്? ശരീരമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സഭ ക്രിസ്തുവിന്റെ ശരീരം. നമ്മൾ പറഞ്ഞേ, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പൊ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് സഭയ്ക്ക് ദോഷം വരുന്നത് ഒന്നും സംഭവിക്കാതെ എല്ലാവരും അവരവരെ തന്നെ സൂക്ഷിക്കുക. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ ശാരീരികമായി വളരെ ഒരു പ്രയാസത്തിലേക്ക് കടന്നുപോയ ഒരു 1.5 മാസം കടന്നുപോയി. അതുകൊണ്ട് തന്നെ നിൽക്കാൻ ഒരുപാട് വന്നു. ശരീരത്തിന്റെ ബാലൻസ് പോയി, സെൻസേഷൻ പോയി, അങ്ങനെ ഇത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം സഭയുടെ പ്രാർത്ഥന, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന. എനിക്ക് വേണ്ടി ഞാൻ അറിയാത്ത എത്രയോ പേര് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 40 ദിവസം ഉപവസിച്ചവരുണ്ട്, 21 ദിവസം ഉപവസിച്ചവരുണ്ട്. ഒരു കൂലിവേല ചെയ്യുന്ന ഒരു കൊച്ചുമകൻ സൗഖ്യമായി എന്ന് പറയുന്നിടം വരെയും അവനെ ഒരു നേരം കഴിച്ചുകൊണ്ട് ഗൾഫിൽ ജോലിക്ക് പോകുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അങ്ങനെ എത്രയോ പേരുടെ പ്രാർത്ഥന. അതെല്ലാം ഒറ്റ കാര്യം കൊണ്ട്, ഒരു സഭയുടെ ഭാഗമായിരിക്കുന്നതുകൊണ്ട്. സഭ ഭയങ്കര അനുഗ്രഹമാണ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്ട് സഭ ഭയങ്കര അനുഗ്രഹമാണ്. രണ്ടാമത്, ഞാനൊരു പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററാണ്. അതെൻ്റെ ഐഡന്റിറ്റിയാണ്. ഞാനൊരു ക്രിസ്തീയ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററാണ്. പെന്തക്കോസ്ത് കമ്മ്യൂണിക്ക് ഒത്തിരി പ്രത്യേക ഗുണങ്ങളും ദോഷങ്ങളും മൂല്യങ്ങളും മൂല്യച്ഛതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളപ്പം പോലും സഭയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ 2003 തോന്നുന്നു, 2003-ലോ 2004-ലോ എൻ്റെ പിതാവിനൊരു അറ്റാക്ക് ഉണ്ടായിട്ട് ഇച്ചിരി പ്രയാസമായി. അങ്ങനെ തുടർന്നുള്ള ആൻജിയോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് ഒരു വലിയ ഒരു പ്രശസ്തമായ ഒരു കാർഡിയോളജിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ആൻജിയോഗ്രാമിന് വേണ്ടി അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുണ്ട്. ഞാൻ എൻ്റെ അപ്പായും അമ്മയുണ്ട്, ഞാനവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്, അപ്പോൾ ഞങ്ങളുടെ കിടക്കുന്ന മുറിയുടെ പുറത്തിറങ്ങി വരാന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ
തൊട്ട് ഓപ്പോസിറ്റുള്ള മുറിയിൽ നിന്ന് നല്ലൊരമ്മ ഇറങ്ങി വന്നു. അമ്മ നല്ല ആഠ്യത്തുള്ള ഒരമ്മയാണ്, കണ്ടാലേ അറിയാം. അമ്മ നല്ല കുളിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് സെറ്റ് മുണ്ടും ഒക്കെ ഉള്ള സാരിയൊക്കെ എടുത്ത് നല്ല ആഠ്യതമുള്ള ഒരു കുടുംബത്തിലെ അമ്മയാണെന്ന് അവരെ നിൽക്കും മട്ടും കെട്ടും ഒക്കെ കണ്ട ഭാവമൊക്കെ കണ്ടാൽ അറിയാം. ഈ അമ്മ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റാന്നിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ റാന്നിയിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയോട് ചോദിച്ചു, ഈ എറണാകുളത്ത് നിങ്ങൾക്ക് ഒത്തിരി പേരുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഒത്തിരി ബന്ധുക്കൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ ആരുമില്ല. പിന്നെന്താണ് ഒത്തിരി പേര് ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നില്ല, അതൊക്കെ ആരാ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങളുടെ വിശ്വാസികളൊക്കെ ഇവിടെ ഉണ്ട്, അറിഞ്ഞും കേട്ടും ഒക്കെ ഒത്തിരി പേര് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മ എന്നോട് നോക്കിയിട്ട് ചോദിച്ചു, മോനെ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു അറിയില്ല അമ്മ. അമ്മ ആരാണ്? അമ്മ പറഞ്ഞു ഇന്ന മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്, കേരളം ഭരിച്ച ഏറ്റവും പ്രശസ്തനായിരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്. അടുത്ത വാചകം എന്നോട് അമ്മ പറഞ്ഞു, 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുക, ഒറ്റ ഒരുത്തം കാണാൻ വന്നില്ല, നിന്റെ വർഗം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഈ വർഗം കൊള്ളാവുന്ന വർഗമാണെന്ന്. അടുത്തിരിക്കുന്ന ആടെ കരമൊന്ന് പിടിച്ച് പറഞ്ഞ് ഈ വർഗം നല്ല വർഗാ. ഒന്ന് പിന്നെ ഈ വർഗം നല്ല വർഗമല്ലേ? ഒന്ന് അസുഖമായ എന്നെ പറ്റി വരാഞ്ഞെന്ന്. അത് ഇന്ന് സത്യത്തിൽ പിള്ളേർക്കൊക്കെ ദേഷ്യ. എന്നെ കാര്യം ചോദിച്ചാൽ അതും സത്യമാണ്. ഈ മലയാളി സഭകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പിള്ളേരൊക്കെ പുറത്തു പോയാലും ഞാൻ പൊതുവെ നിർബന്ധിക്കാറുണ്ട്, കാനഡയിലും യുകെയിലൊക്കെ പോയാൽ അവരെ ഇംഗ്ലീഷ് ചർച്ചിലേക്കാട്ടിലും കൂടുതൽ മലയാളം ചർച്ചിൽ പോകണമെന്ന്. എന്നെ കാര്യം ചോദിച്ചാൽ ഞായറാഴ്ച വന്നില്ലെങ്കിൽ ആര് തിരക്കി പോകും? ഉപദേശിക്കും. കാനഡയിൽ എൻ്റെ ഒരു കൊച്ചിനെ ഞാൻ ഏൽപ്പിച്ചൊരു പാസ്റ്ററെ. അപ്പം ഞാൻ എപ്പോഴും വിളിച്ചു ചോദിക്കും, യോഗത്തിന് വരുന്നുണ്ട്, ഇത് ഇച്ചിരി ഉഴപ്പുന്നുണ്ടോ എന്നൊരു സംശയം. പുള്ളി ഒരു ദിവസം ലീഡ് ചെയ്തപ്പം പുള്ളിക്കാരത്തെ കണ്ടില്ല, വർഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി കാർ എടുത്ത് പോയി അതിനെ തപ്പി. കാരണം പുള്ളി പറഞ്ഞ് ജോലിക്ക് പോയേക്കാന്ന്. ജോലിക്ക് ഉണ്ടോന്ന് അറിയാൻ അവിടെ പോയി ഉണ്ടെന്നുണ്ടെന്ന് പറഞ്ഞ് കള്ളമല്ല പറഞ്ഞെന്ന്. ഇതിനിടയ്ക്ക് പുള്ളി പോയി തപ്പി. കാരണം ഇത് കള്ളമാണോ സത്യമാണോ പറയുന്ന അറിയണ്ടേ. അങ്ങനെ തപ്പുന്ന ഒറ്റ ഉപദേശിയുള്ളൂ, അത് മലയാളി ഉപദേശി തന്നെയാണ്. അതിനെന്താ സംശയമുണ്ടോ? ഇല്ല. പക്ഷെ പലപ്പോഴും മലയാളി സഭകളിൽ പോകാത്തതിന്റെ കാരണം ഇടയ്ക്കൊരു പെങ്കൊച്ച് അവരുടെ ഒരു രാജ്യത്ത് പോയപ്പോൾ ഉപദേശി തീരത്തിന്റെ കൂടെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇഫ് ഐ നീഡ് പാസ്റ്റർ കൗൺസിൽ ഐ വിൽ കോൺടാക്ട് യു. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ സ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്യൂ എന്നുള്ള വാക്ക് ഇവള് കേട്ടത് പുറത്ത് വന്ന പിന്നെ അതിനു മുമ്പ് സ്യൂ എന്നൊന്നും കേട്ടപ്പോലും അറിയത്തില്ല. നമുക്ക് കേസെന്ന് കേട്ടാൽ പെറുതിയാ. കാരണം വക്കീലിന് ആദ്യം കാശ് കൊടുത്തെങ്കിലേ കേസ് കിടക്കത്തുള്ളൂ. അപ്പൊ എന്നാലും ഈ മലയാളി സഭ നല്ല സഭയാ. ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ വിളിച്ചു ചോദിക്കാൻ ഒരാളില്ലേ, എന്താ പറ്റിയെന്ന് ചോദിക്കാൻ ഒരാളില്ലേ. ഒന്ന് സ്ഥിരമായിട്ട് സഭയിൽ പോകുന്നവരൊക്കെ ഒന്ന് ചാകണം. അപ്പം അറിയ ആളുകളുടെ എന്തോ ഒരു വരവാന്നറിയാമോ. അല്ലാത്തവരൊക്കെ രാത്രിയിലൊക്കെ ബോഡി എടുത്ത് വെച്ചാൽ 2 മണിയാകുമ്പോൾ എല്ലാം ശൂന്യമാവും. പിന്നെ നമ്മളും ബോഡിയും തന്നെ, നമ്മളും സലാം പറയും. പക്ഷെ നല്ല ദൈവമക്കളൊക്കെ മരിച്ചു നേരം വെളുക്കോളം പാട്ടും പാടിയിരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാകത്തില്ലേ? അതെന്തുകൊണ്ടാ? സഭ ഒരു ശരീരമായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭയ്ക്ക് ദോഷം വരുന്ന ഒന്നും വരാതിരിക്കാൻ നമ്മൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ഇങ്ങോട്ട് ചേർത്തു, സഭയോട് ചേർത്തു. ഞങ്ങളുടെ ജയമോൻചാൻ എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പം അച്ഛൻ ഒത്തിരി തമാശ പറയും. ആ തമാശയിൽ ഒരു തമാശ ഞാൻ അവിടെ ചെന്ന് കേട്ടത്, എനിക്കത് പിന്നെ ഒരു പ്രസംഗ വിഷയമായി. അദ്ദേഹത്തിന്റെ പല തമാശകളും എനിക്ക് പിന്നെ പ്രസംഗമാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു രസകരമായ തമാശയുണ്ട്. ഞങ്ങളുടെ ചേച്ചി ജോലി ചെയ്യുന്നിടത്ത് ഒരു അമേരിക്കൻ ഇവിടെ ഉണ്ടോ ഒരാൾ ജോലി ചെയ്യാണ്. അപ്പോൾ ദേഹം മുഴുവൻ ടാറ്റു അടിച്ചേക്കാണ്. ഈ ചേച്ചിയുടെ ജോലി ചെയ്യുന്ന ആള് ടാറ്റു അടിച്ചപ്പം 12 ടാറ്റു ആണ് പുള്ളി അടിച്ചിരിക്കുന്നത്. 12 ടാറ്റു അടിച്ച് എല്ലാം അലർജിറ്റിക് ആയിട്ട് പുള്ളിക്കാരന് ചേച്ചനോട് ചോദിച്ചാൽ മതി. ഞാൻ ഏകദേശം സമ്മറി പറയാം. അലർജിറ്റിക് ആയി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ടാറ്റു റിമൂവ് ചെയ്യാം, പക്ഷെ ലേസർ തെറാപ്പി ചെയ്ത് അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കൊട്ടേഷൻ ഇതിന്റെ എല്ലാം കിട്ടിയപ്പോൾ ഇൻഷുറൻസ് കമ്പനി ചെന്ന് പറഞ്ഞപ്പോൾ ഇൻഷുറൻസുകാർ പറഞ്ഞു ടാറ്റുവിന് ഇൻഷുറൻസ് തരത്തില്ല. കാരണം ദിസ് ഈസ് നോട്ട് എ മെഡിക്കൽ റീസൺ. അറ്റാക്കിന് തരാം, ക്യാൻസറിന് തരാം, ആക്സിഡന്റ് തരാം, പക്ഷെ എന്തിനു തരത്തില്ല? ടാറ്റു. ഇൻഷുറൻസ് കിട്ടാഞ്ഞുകൊണ്ട് ചൊറിച്ചിൽ മാറത്തില്ലല്ലോ. ചൊറിച്ചിൽ കൂടിക്കൊണ്ടിരുന്നു. അവസാനം പുള്ളി സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഏറ്റവും ചൊറിച്ചിൽ കൂടുതലുള്ള 2 എണ്ണം ലേസർ കൊടുത്ത് മാറ്റി. ഹി ഈസ് നോൺ ആസ് ഇൻ ദാറ്റ് കമ്പനി ഇച്ചിങ് -2. ടോട്ടൽ ഇച്ചിങ് വന്ന് 12 ആയിരുന്നു. അതിനകത്തുനിന്ന് 2 എണ്ണം പോയി. നൗ ഹി ഈസ് നോൺ ആസ് ഇച്ചിങ് -2. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്ദേശം കിട്ടി. സഭ ഒരു ശരീരമാണ്. അതിന് ടാറ്റു അടിച്ചാൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അതിന് ടാറ്റു അടിച്ചാൽ എന്തോ കിട്ടത്തില്ല, ഇൻഷുറൻസ്. ഇന്ന് എല്ലാവരും ടാറ്റു അടിക്കുകയാണ്. സഭയ്ക്കെതിരെ ടാറ്റു, സൈബർ ബോളി ടാറ്റു, എല്ലായിടത്തും ടാറ്റു അടിക്കുകയാണ്. ഇൻഷുറൻസ് കിട്ടത്തില്ല. എന്നാൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരുന്നു, നീതിമാൻ തുണയില്ലായിരിക്കുന്നതും അവന്റെ സന്തതി അപ്പുവരക്കുന്നതും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാലും പറയും, ദൈവസഭയെ പിതാക്കന്മാർ സ്നേഹിച്ചത് കൊണ്ടും കരുതിയത് കൊണ്ടും അവർ കഷ്ടപ്പെട്ടത് കൊണ്ടും മാത്രം ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ഇൻഷുറൻസും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളെല്ലാം ഉയർത്തി അല്പസമയം ദൈവത്തിനൊന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്ത്
ഒരു പക്ഷേ പരിധി വരെ നാം ഇന്ന് അനുഭവിക്കുന്ന സകല ഇൻഷുറൻസുകളും സകല നന്മകളും സകല അനുഗ്രഹങ്ങളും എല്ലാം അതിൻ്റെ ഉറവിടവും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ആണെന്ന് മനസാക്ഷിയെ വഞ്ചിക്കാതെ പറയാൻ കഴിയുന്നവരെല്ലാം അധരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു സഭയുടെ ആ ഭാഗമായതുകൊണ്ട്, സഭയെ സ്നേഹിച്ചതുകൊണ്ട്, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നും നഷ്ടമായിട്ടില്ലെന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയുന്നു. ഒരു പക്ഷേ ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സഭ തുടങ്ങിയപ്പോൾ, ഒരു സഭയ്ക്ക് ചുമല് കൊടുത്തപ്പോൾ, ഒരു സഭയുടെ ശുശ്രൂഷകരായപ്പോൾ, അത് വളർന്നപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് തിക്തതകളും തിക്താനുഭവങ്ങളും ഒക്കെ കാണും. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് നാം അനുഭവിച്ച എല്ലാ ദൈവിക പ്രിവിലേജുകൾക്കായും ഇന്ന് ദത്താവിനെന്ന് സ്തോത്രം ചെയ്താട്ട് കരങ്ങളെല്ലാം ഉയർത്തി പ്രാദേശിക സഭകളെ എല്ലാം ഒരിക്കലൂടെ ഓർത്തുകൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭ അവിടുന്ന് പറയുന്നു, ഒന്നുകൂടെ പറയട്ടെ, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർന്ന്. അപ്പോൾ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ അവിടെ നാം കാണുകയാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഒന്ന്, സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ ഒന്ന്, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. സാൽവേഷൻ. രണ്ടാമത്തെ കാര്യം സ്നാനമേൽക്കണം. രക്ഷിക്കപ്പെട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. മൂന്നാമത്തേത്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. നാലാമത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. സപ്പറേഷൻ, വേർപാട് ആചരിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞ് എന്ത് വേണം? വേർപാട് ആചരിക്കണം. അഞ്ചാമത്തേത്, അവരെന്ത് ആചരിച്ചു? കൂട്ടായ്മ ആചരിച്ചു. 6, അപ്പം നുറുക്കി, ലോർഡ്സ് സപ്പർ, വിശുദ്ധ മേശ. 7, അവർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവർ അപ്പോൾ 7 അടിസ്ഥാന വേദോപദേശങ്ങൾ. ഒന്നുകൂടെ പറയാം. രക്ഷിക്കപ്പെട്ടു. 2, സ്നാനപ്പെട്ടു. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 4, വേർപാട് ആചരിച്ചു. 5 അവര് കൂട്ടായ്മ ആചരിച്ചു. 6 അവര് അപ്പം നുറുക്കി. 7 അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ 7 അടിസ്ഥാന വേദോപദേശങ്ങളാണ് കാണുക. ഒന്നാമത്തെ കാര്യം, രക്ഷിക്കപ്പെടണം. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് രക്ഷിക്കപ്പെടണം. അതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായ കാതൽ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 1-2 അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം വായിക്കുന്നു, അവിടുത്തെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ സ്വന്തം ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്നെസ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹ്യൂമൻ ബീയിങ്. കാരണം ദൈവം ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധനുമായ ആ ദൈവം, ത്രിയേക ദൈവം തന്റെ പരിശുദ്ധി, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം സ്നേഹമാണ്. യോഹന്നാനാണ് അത് പറയുക. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറയുന്നു, ദൈവം, ഗോഡ് ഈസ് ലവ്. ദൈവം എന്താണ്? സ്നേഹമാണ്. ആ സ്നേഹം തന്റെ സ്നേഹത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കും. ട്രിനിറ്റി ഇന്ന് ഒത്തിരി വിമർശനങ്ങൾക്കും സംവാദങ്ങൾക്കും ഒക്കെ വിധേയപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ സംവാദങ്ങളിലൊക്കെ അവര് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് തൃത്വം. എന്ന തൃത്വം എന്ന് പറയുന്നത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ സഭകളുടെ അടിസ്ഥാന വിശ്വാസമാണ്. കത്തോലിക്കരും മർത്തോമക്കാരും യാക്കോബക്കാരും എന്തിനേറെ പെന്തക്കോസ്തുകാരും ബ്രദറുകാരെ എല്ലാം ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ് എന്തുള്ളത്? നിത്യപിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വരൻ, ത്രിയേക ദൈവം. ത്രിയേക ദൈവം അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. ത്രിയേക ദൈവം, തൃത്വത്തിലുള്ള വിശ്വാസം. അത് 3 ദൈവങ്ങളല്ല, എന്നാൽ 3 വ്യക്തിത്വങ്ങൾ. 3 ഒന്നാണ്. അവരെങ്ങനെ ഒരുവനപ്പെട്ടിരിക്കുന്നുള്ളതാണ് ഭയങ്കര നിഗൂഢമായ ഒരു രഹസ്യം. ആ രഹസ്യത്തെ സംബന്ധിച്ചുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ പോലും ഈ രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി സ്നേഹത്തിന്റെ കണ്ണിൽ കൂടെ അതിനെ നോക്കിയാൽ മതി. ദൈവം ബന്ധമാണ്, ആ ബന്ധം ഒരുമയാണ്. ഭയങ്കര പാടാണ് അതിനെ വാക്കുകളിലൂടെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ, മനുഷ്യവാക്കുകൾ, ഇത്രമാത്രം കുറച്ച് വാക്കുകൾ മാത്രമുള്ള ഒരു ഭാഷയുടെ പരിമിതിയിലൂടെ ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ, അല്ലെ ദൈവത്തെക്കുറിച്ച് പറയാൻ താല്പര്യം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് റാന്നി വെല്ലുവിളിയുടെ ശതാബ്ദി ആഘോഷം നടക്കുമ്പോൾ ഏറ്റവും രസികനായ തിരുമേനി ക്രിസോസ്റ്റം തിരുമേനി തൃത്വത്തെക്കുറിച്ച് ഇരിക്കുന്ന ഒരു സദസ്സിൽ മരിച്ചുപോയ ഗീവർസി മാർ ഒസ്തോത്തിയോസ് എന്ന് പറഞ്ഞ മാവേലിക്കര ഭദ്രാസനത്തിലെ വലിയൊരു തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര പണ്ഡിതനും ജീവിച്ച ഒരു തിരുമേനിയാണ്. ദരിദ്ര ലോകത്തിൽ ധനവാനായി ജീവിക്കുന്നത് പാപമെന്ന് വിശ്വസിച്ച, ദരിദ്രരോടൊപ്പം ദരിദ്രനായി ജീവിച്ച ഗീവർസി മാർ ഒസ്തോത്തിയോസ് ഒരു വലിയ പണ്ഡിതരും വലിയ ഒരു ദരിദ്രരുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ച, തൃത്വത്തിൽ വിശ്വസിച്ച, ത്രിയേക ദൈവത്തിന്റെ തൃത്വ സ്വഭാവത്തെ ഒത്തിരി വാക്കുകൾ കൊണ്ട്, രചനയെ കൊണ്ട് ധന്യമാക്കിയ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹമാണ് ഗീവർസി മാർ ഒസ്തോത്തിയോസ്.
അദ്ദേഹം തൃത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. നല്ല ആഴമായ പ്രൗഢഗംഭീരമായ പ്രഭാഷണം. അത് കഴിഞ്ഞ് എഴുന്നേറ്റത് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയ. ക്രിസോസ്റ്റം തിരുമേനി എഴുന്നേറ്റ ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, റാന്നി വെച്ച് പറഞ്ഞതാണ്. ഇത്രയും ആഴമായും ഗാഠമായും ഈ രഹസ്യത്തെ തിരുമേനി പറഞ്ഞപ്പം ഞാൻ ഓർത്തുപോയി, ത്രിയേക ദൈവത്തിന് പോലും ഈ കാര്യം ഇത്രയും അറിയാമോന്ന്. കാരണം ത്രിയേക ദൈവത്തിന് പോലും ഇത്രയും അറിയാമോന്ന്. അത്ര വലിയ നിഗൂഢമായ രഹസ്യം. ആ രഹസ്യമാണ് തൃത്വം. പക്ഷെ തൃത്വത്തെ മനസ്സിലാക്കാനുള്ള ഒരു കണ്ണുണ്ട്, സ്നേഹത്തിന്റെ കണ്ണാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് എന്തിലൂടാണ്? സ്നേഹത്തിലൂടാണ്. സ്നേഹം ബന്ധമാണ്, അല്ലേ? സ്നേഹം ബന്ധമാണ്. അപ്പം ദൈവം തന്റെ ജനത്തെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. അർത്ഥം, മനുഷ്യനെ സ്നേഹിക്കാനുള്ളൊരു കഴിവുണ്ട്, മനുഷ്യന് ബന്ധങ്ങൾക്കുള്ളൊരു കഴിവുണ്ട്. എല്ലാവരും പറഞ്ഞ്, മനുഷ്യന് എന്തിനുള്ള കഴിവുണ്ട്? ബന്ധങ്ങൾ. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. വ്യക്തി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ബന്ധമാണ്. ബന്ധങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യക്തിയെ അന്യപ്പെടുത്താൻ കഴിയില്ല. ബന്ധങ്ങൾ രൂപപ്പെട്ടത് എപ്പോഴും കുടുംബങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇന്നുള്ള ഒരു വലിയ അപകടം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു പരിധി വരെ ഇവിടെ നാട്ടിൽ വളർന്നവരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ നാടിൻ്റെ കോണ്ടസ്റ്റിലും അല്ല ഏത് കോണ്ടസ്റ്റിൽ നോക്കിയാലും നമ്മളെല്ലാം വളർത്തിയത്, നമ്മളെല്ലാം വളർന്നു വന്നത് ബന്ധങ്ങളിലാണ്. നമ്മളെ ബന്ധങ്ങളിലാണ് വളർന്നു വന്നത്. അന്ന് നമ്മുടെ ഒരു 80% അല്ലെ ഒരു 90% നമ്മളെ രൂപപ്പെടുത്തിയത് ബന്ധങ്ങളാണ്. വീട്ടിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേരുള്ള വീടുകളിലാണ് എല്ലാവരും ജനിച്ചത് ഒരു പരിധി വരെ. അപ്പച്ചനുണ്ട്, പിന്നെ ആരുണ്ട്? അമ്മച്ചിയുണ്ട്, അല്ലേ? അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ഉപ്പാപ്പനുണ്ട്, ഉപ്പാപ്പൻ്റെ ഭാര്യയുണ്ട്, പിന്നെ എന്ത് വേണ്ട, എത്രയോ പേരുടെ. അതുകൊണ്ട് തന്നെ ഒത്തിരി മുറികളുണ്ടായിരുന്നു. എല്ലാ മുറിയിലും എന്ത് കാണും? ആള് കാണും. ഒത്തിരി പേരുള്ളവരാണ്. അങ്ങനെ നമുക്ക് കൊച്ചമ്മയുണ്ടായിരുന്നു, വല്യപ്പച്ചനുണ്ടായിരുന്നു, വല്യപ്പച്ചൻ അനിയൻ കൊച്ചപ്പച്ചനുണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടായിരുന്നു, കൊച്ചമ്മച്ചി ഉണ്ടായിരുന്നു, കുഞ്ഞമ്മച്ചി ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും എന്തോ ഇട്ടു? ഓരോ പേരിട്ടു. പിന്നെ വല്യപ്പാപ്പനുണ്ട്, കൊച്ചപ്പാപ്പനുണ്ട്, ചാച്ചനുണ്ട്, കുഞ്ചായനുണ്ട്. ഒത്തിരി ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരി ബന്ധങ്ങളെല്ലാം കൂടാണ് എല്ലാവരെയും രൂപപ്പെടുത്തിയത്. അന്നൊരു 80% ഒരാളെ രൂപപ്പെടുത്തിയത് എന്താണ്? ബന്ധമാണ്. 80 അല്ല, 90%. 10% ഉള്ളായിരുന്നു മാധ്യമം. ആകെപ്പാടെ ഒരു മനോരമ വരും, ഓരോ പത്രം ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകും. അതിന്റെ ബാക്കി വായിക്കണേ മറ്റേ കേട്ടും. അത് ഉള്ളായിരുന്നു. പിന്നെ കുറച്ചാളാകുമ്പോൾ ഒരു 80s ഒക്കെ ആയപ്പോൾ പിന്നെ ആകാശവാണി തിരുവനന്തപുരം ഒരു റേഡിയോ. ഇന്നത് ആർക്കീവ്സ് പോലെ വലിയ പഴയടത്ത് റേഡിയോ ഒക്കെ വെച്ചിട്ട് വലിയ അത്ഭുതത്തോടാണ് കാണുന്നത്. ആകെപ്പാടെ ഒരു റേഡിയോ കാണും. 80s TV വന്നേ. ഒറ്റ TV ചാനലേ ഉള്ളായിരുന്നു. അതിനകത്ത് എന്തായിരുന്നു? ദൂരദർശൻ. ഓർമ്മയുണ്ട്? ദൂരദർശൻ കിട്ടണമെങ്കിൽ എന്തോ വെക്കണം? ആന്റിന. അതിടയ്ക്ക് കാറ്റടിച്ച ഗ്രെയിൻസ് വരും. അപ്പൊ അപ്പച്ചൻ മേളിൽ കയറി തിരിക്കും. മേളിൽ ഇരുന്നോണ്ട് ചോദിക്കും കിട്ടുന്നുണ്ടോന്ന്. കിട്ടുമ്പം പറയും, താഴത്തെ ഗ്രെയിൻസ് മാറുമ്പം കിട്ടുന്നുണ്ടെന്ന് പറയും. അങ്ങനെ ബന്ധങ്ങൾ രൂപപ്പെട്ടു. അപ്പം ആകെപ്പാടെ ഇതേ ഉള്ളൂ മാധ്യമം. അത് കുറച്ച് ഹിന്ദി വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യും. കാരണം ഹിന്ദി അമാര ദേശീയ ഭാഷ ഹേ. നമുക്കത് ഹിന്ദി എത്രയാണ്? തോടാ അല്ലേ? മാലും നഹിയെ, അത്രയൊക്കെ നമുക്കറിയാം. നേരെ നാമും മാലും നഹിയൻ തോടാ ഒക്കെ ആയതുകൊണ്ട് അത് നമുക്ക് പാടായിരുന്നു. അതുകൊണ്ട് ഹിന്ദി വരുമ്പോൾ നമ്മൾ നിർത്തും, പിന്നെ വർത്താനം പറയും. കാലം മുമ്പോട്ട് പോയി, ഇഷ്ടം പോലെ ചാനലുകളായി. ഇന്ന് അതും മാറി. എന്തായി? ഫോൺ ആയതുകൊണ്ട് പറ്റിപ്പോയത് 90% ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് എന്തായി മാറി? മീഡിയ ആയിട്ട് മാറി. 10% എന്തുള്ളൂ? ബന്ധമുള്ളൂ. അതാണ് പറ്റിപ്പോയത്. 10% ഉള്ളു ബന്ധം. ഞാൻ നാട്ടിലെ ഒരു കോൺസെപ്റ്റ് പറയാ. ഇന്ന് പിള്ളേർക്ക് കൊച്ചമ്മയില്ല, കൊച്ചപ്പനില്ല, അപ്പാപ്പനില്ല, ഉപ്പാപ്പനില്ല, അമ്മായിയില്ല, എല്ലാവരും ഉള്ളൂ. എല്ലാവരും അങ്കിളും ആന്റിയും. വീട്ടിൽ വേലയ്ക്ക് വരുന്നവരും ആരാ? ആന്റിയാ. അങ്കിളിന്റെ ഭാര്യ ആരാ? ആന്റിയാ. അമ്മയുടെ ആങ്ങളെ ആരാ? അങ്കിളാ. രാവിലെ ഓട്ടോറിക്ഷയായി കൊണ്ടുവന്ന ആളും ആരാ? അങ്കിളാണ്. ആകെപ്പാടെ അറിയാവുന്ന ആരാ? അങ്കിളും ആന്റിയുമായി. അപ്പം എല്ലാ മക്കളും ആന്റിയുമായി. മറ്റേ കൊച്ചപ്പൻ, കൊച്ചമ്മായി, വല്യമ്മായി, വല്യപ്പാപ്പൻ, കൊച്ചപ്പാപ്പൻ എല്ലാം എന്ത് ചെയ്യും? എല്ലാം ചത്തുപോയി, എല്ലാം ഡിസപ്പിയറായി. ആകെപ്പാടെ എന്തോ ഉള്ളൂ? അങ്കിളും ആന്റിയും മാത്രമായി. ബന്ധങ്ങളെല്ലാം ചുരുങ്ങി. അപ്പം മീഡിയയുടെ സ്വാധീനത്തോടു കൂടി ഏറ്റവും കൂടുതൽ അപജയങ്ങൾ ഉണ്ടായത് എന്തിന്റെ വെളിച്ചത്തില? ഈ ബന്ധങ്ങളിലാണ്. ആ ബന്ധങ്ങൾ എല്ലാ ബന്ധങ്ങളെയും ബാധിച്ചു. എല്ലാ ബന്ധം. കേരളത്തിലെ 67% കൃത്യമായ കണക്ക് ശാസ്ത്രീയമായി പഠനങ്ങൾ നടത്തിയവർ പറയുന്നത് 67% ഡിവോഴ്സ് കേസിന്റെയും കാരണം ഫോണാണ്. 67% റിവേഴ്സ് കേസിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മീഡിയയാണ്. അവരുടെ സ്മാർട്ട് ഫോണിലുള്ള അവർ പരിചയപ്പെട്ട ആരോഗ്യമായിട്ടുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുനിന്നും ഏതോ ഒരുക്കോ രണ്ടു പേർക്കോ ഉണ്ടായ ബന്ധങ്ങൾ ഡിവോഴ്സ് വരെ കൊണ്ടെത്തിക്കുന്ന കാലത്തിലേക്കൊക്കെ നമ്മൾ മാറുമ്പോഴാണ് തൃത്വത്തെ ധ്യാനിക്കേണ്ടത്. തൃത്വം, ത്രിയേക ദൈവം. ത്രിയേക ദൈവം എന്താണ്?
ബന്ധമാണ്. എല്ലാവരും പറഞ്ഞേ, ത്രിയേക ദൈവം എന്താണ്? ബന്ധമാണ്, സ്നേഹമാണ്. സ്നേഹം ബന്ധമാണ്, വ്യക്തി ബന്ധമാണ്. കാരണം വ്യക്തി ഉരുവായിരിക്കുന്നത് ബന്ധത്തിൽ നിന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ, പിതാവും പുത്രനും പരിശുദ്ധ. അതുകൊണ്ടാണ് ത്രിയേക ദൈവത്തിന് സ്തുതി. ത്രിയേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് നാം എപ്പോഴും പറയുക. ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ആശീർവാദം പറയുക. കാരണം തൃത്വം ഒരു നിഗൂഢമായ രഹസ്യം. ആ രഹസ്യം എന്ന് പറയുന്നത് ബന്ധമാണ്. ആ ബന്ധം സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി. അവർ ഒറ്റയ്ക്കിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടു. തക്കതായി ഒരു തുണിയെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവര് ഒരു പാട്ട് പാടി, ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. അതും ഭയങ്കര ബന്ധമാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, മാംസത്തിൽ നിന്ന് മാംസമാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്, മാംസത്തിൽ നിന്ന് മാംസമാണ്. അത് പുരുഷനാണ് പാടുക. അസ്ഥിയാണ്. അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. മാംസം എന്ന് പറഞ്ഞാൽ ബലഹീനതയാണ്. ഞാൻ എൻ്റെ നാടിൻ്റെ കോണ്ടസ്റ്റിൽ പറയാം. ഇവിടെ ചിലപ്പം അത്രയും കാണത്തില്ല. എൻ്റെ നാടിൻ്റെ കോണ്ടസ്റ്റിൽ പറയാം. അവിടെ 911 വിളിച്ച് ആരും വരത്തില്ല. വരുമ്പോഴത്തേന് നമ്മൾ ചത്തുപോകും. 911 വിളിച്ചിട്ട് കാര്യമില്ല. പോലീസൊക്കെ വരുമ്പോഴത്തേന് അവരെടുക്കാൻ തന്നെ താമസിക്കും. എടുത്താലും പറയും, ഇവിടെ ഇപ്പോൾ ജീപ്പില്ല, ജീപ്പ് ഇപ്പം കേടാണ്, പോലീസ് കൊണ്ടുവരികയാണ്. വരുമ്പോഴത്തേനും ഇവിടെ കള്ളനൊക്കെ വന്നിട്ട് പോകും. ഇവിടെ 911 വിളിച്ചാൽ പെട്ടെന്ന് വരികയായിരിക്കും. എന്നാൽ പോലും അവിടെ വന്ന് 911 വിളിക്കണ്ട കേട്ടോ, അതല്ലത്, നമ്പർ വേറെയാണ്. എന്നാലും അതുകൊണ്ട് 911 വിളിച്ചാൽ പോരെ. നാട്ടിൽ വന്നു, വീട്ടിൽ കിടക്കുക, ഭാര്യയും ഭർത്താവും ഉണ്ട്, അച്ഛനും ചേച്ചിയും ഉണ്ട്, വന്നിട്ടുണ്ട്, പെട്ടിയെല്ലാം ഉണ്ട്, ഡോളർ ഉണ്ടെന്നുള്ള ചിന്തയിൽ ആരോ വന്നു തട്ടുന്ന പോലൊക്കെ തോന്നി. തട്ട് മുട്ട് കൊട്ട് ചവിട്ടി പൊളിക്കുന്ന പോലെ തോന്നി. അച്ഛൻ ഉണർന്നു. ചേച്ചിയെ വിളിക്കാതെ പോയി കഥ ഉറക്കാൻ ധൈര്യമുള്ള അച്ഛനുണ്ട്. അച്ഛൻ ആരാണ്? ഇടയ്ക്കിടയ്ക്ക് പുള്ളി പക്ക ഇന്ത്യൻ ആവും. പാചകം ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി ഇന്ത്യൻ അച്ചായനാണ്. എല്ലായിടത്തും പുള്ളി അച്ചായനാണ്. കട്ടി മീശയുണ്ട്, നെഞ്ചത്ത് രോമമുണ്ട്, എന്തിനൊരുവൻ ചെവിയെ വരെ രോമമാണ്. കാരണം പുള്ളി ഭയങ്കര പക്ക ഇന്ത്യൻ പുരുഷ സങ്കല്പമാണ്. പക്ഷേ കൊട്ട് മുട്ട് തട്ട് ആരോ വീട് പൊളിക്കുന്നു. ചേച്ചിയെ വിളിക്കാതെ ധൈര്യമുണ്ടോ പോയി കഥ ഉറക്കാൻ? ഇല്ല, തുറക്കത്തില്ല. കൂടെ ഇറങ്ങിപ്പോണേ ആര് കൂട്ട് വേണം? ചേച്ചി കൂട്ട് വേണം. ഇവളെൻ്റെ ആരാ? അസ്ഥിയാ. ചേച്ചിയാ പറഞ്ഞ ചുമ്മാ ഒരു മനുഷ്യ ഇവിടെങ്ങും വരത്തില്ല. ആരടാന്ന് ചോദിച്ചത് പലപ്പോഴും ഇവരായിരിക്കും. കാരണം ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ്. ഒരു മുറിക്കകത്ത് പാമ്പ് കയറിയപ്പോൾ അച്ഛൻ അടിച്ചു, കട്ടിലേ നിന്നോണ്ടാ. ചേച്ചി അടിച്ചു കൊന്നു, നിലത്തിറങ്ങിയ. എന്നാലും അപ്പോ ഇവളെൻ്റെ ആരാ? അസ്ഥിയാണ്. ഇവളെൻ്റെ അസ്ഥിയാണ്. അപ്പം പറഞ്ഞു ഇവളെൻ്റെ മാംസമാണെന്നും പറഞ്ഞു. മാംസം ബലഹീനതയാണ് അല്ലേ? എങ്ങനെയായാലും അവൾ വരുതിക്ക് നിർത്തും. ഒന്നീ കരഞ്ഞ കാര്യം സാധിക്കും, അല്ലെ വിരുട്ടി കാര്യം സാധിക്കും, അല്ലെങ്കിലോ പിണങ്ങി കാര്യം സാധിക്കും. എങ്ങനെയായാലും അവൾ എൻ്റെ ബലഹീനതയാണ്. അവൾ എൻ്റെ ബലഹീനത. അസ്ഥിയും ബലഹീനതയും എല്ലാം ഒന്നിച്ചാക്കി ഏതെൻ്റെ തോട്ടത്തിലാക്കി കർത്താവ് പറഞ്ഞു എല്ലാം കഴിക്കാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം ചെയ്യരുത്. തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തിന്മയെ നന്മയാക്കരുത്, നന്മ എന്താക്കരുത്? തിന്മയാക്കരുത്. പക്ഷെ പിശാച് അവരെ വഞ്ചിച്ചു. ഇതാണ് മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ അപകടം. പിശാച് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കഴിക്കരുത്. കഴിച്ചാൽ ദൈവം പറഞ്ഞു കഴിക്കരുത്. പിശാച് വന്ന് പറഞ്ഞു കഴിച്ചാൽ ആരെ പോലാകും? ദൈവത്തെ പോലാകും. അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. ഇന്ന് അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ട്രംപ് കയറി വന്നപ്പോൾ ഭയങ്കര ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അന്ന് ക്യാപ്പൊക്കെ, എനിക്കും ആ ക്യാപ്പ് ഒരാൾ കണ്ടായിരുന്നു. എന്താണ്? മാഗ ആണ്. ഭയങ്കര ഒറ്റ ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. മാഗ എന്തൊരു ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ പല്ലും ആ ടീഷർട്ടും തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ടാണ് നടന്നത്. മാഗ, മേക്ക് അമേരിക്ക. ഞാൻ രാഷ്ട്രീയം പറയാൻ നിൽക്കുക, അല്ലാതെ വ്യക്തിപരമായ കാര്യം. എന്നാലും അഡ്വർടൈസ്മെന്റ് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ഭയങ്കര ഇൻഫ്ലുവൻസ് അല്ലായിരുന്നു? ഭയങ്കര ഇൻഫ്ലുവൻസ്. നാട്ടിലും അത് തന്നെയാണ് ഉണ്ടായത്. LDF വരും, LDF വരും, എല്ലാം ശരിയാവും. എന്തൊരു ആവേശമായിരുന്നു. LDF വന്നു, എല്ലാം ശരിയായി. എന്തിനാ കുഴപ്പം നമുക്ക്? എല്ലാം ശരിയായി. LDF വന്നു, എല്ലാം ശരിയായി. അപ്പോൾ ചെറിയ അഡ്വർടൈസ്മെന്റ്. ലോകത്താദ്യം ഈ അഡ്വർടൈസ്മെന്റ് തുടങ്ങിയത് സാത്താനാണ്. എന്താ പറഞ്ഞു? കഴിക്കൂ, ദൈവത്തെ പോലാകും. കഴിക്കൂ, ആരെ പോലാകും? ദൈവത്തെ പോലാകും. അതിനകത്ത് വീണുപോയി മനുഷ്യൻ. ദൈവം പറഞ്ഞു വിശ്വസിച്ചില്ല, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറിച്ചു, കഴിച്ചു. അങ്ങനെ മനുഷ്യൻ ആരായി മാറി? പാപികളായി മാറി. ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അല്ലേ? ഈ ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ എന്തിനു കയറാൻ പാടാ. പിന്നെ തിരിച്ചു കയറാൻ ഒത്തില്ല. ഇറങ്ങിപ്പോയി. മനുഷ്യൻ പാപം ചെയ്ത് പാപികളായി. അവര് പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. അങ്ങനെ മനുഷ്യൻ ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു. എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനു എളുപ്പമാ? തോട്ടത്തിൽ നിന്ന് ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ എന്തിനു പാടാ? കയറാൻ പാടാ. ഭയങ്കര പാടാണ്. ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ എന്താണ്? കയറാൻ പാടാ. പക്ഷെ ഇവരെ തോട്ടത്തിൽ നിന്ന് പാപം മൂലം ഇറക്കപ്പെട്ടു. എന്താ കാര്യം? മനുഷ്യൻ പറഞ്ഞത് ദൈവം പറഞ്ഞതിനേക്കാൾ കൂടുതൽ
മനുഷ്യൻ പറഞ്ഞത് എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞത് എന്ത് ചെയ്തു? വിശ്വസിച്ചു. നമ്മുടെയും പലപ്പോഴും അപകടം അതാണ്. ദൈവം പറഞ്ഞ് വിശ്വസിക്കാൻ പാടാണ്. നമുക്ക് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, അധികം ആയുസില്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു അടിപ്പിണരുകളാൽ എന്ത് തരും? സൗഖ്യം തരുമെന്ന് പറഞ്ഞു. പലപ്പോഴും നമുക്ക് ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ പാടും, എന്നാൽ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. എന്ന കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്ത് വിശ്വസിച്ചാൽ? ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. തോട്ടത്തിൽ നിന്ന് ഒന്നാമത്തെ അടിസ്ഥാന വേദോപദേശം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് പിന്നെ കയറാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പാപികളായി. എന്താ മനുഷ്യന് പറ്റിയെന്ന് ചോദിച്ചാൽ, അവർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അതാണ് നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. അടുത്ത് കാണുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെടുത്തി. ആരുമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നീതിമാൻ ആരുമില്ല. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായതുകൊണ്ട് മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടായി? പാപ സ്വഭാവം ഉണ്ട്. അതാണ് പൗലോസൊക്കെ പറയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെടണം. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ വ്യാപരിക്കുകയാണ്. ഞാൻ പാപിയാണ്. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപികളായി മാറി. എന്തുകൊണ്ട്? ആദ്യം മനുഷ്യൻ പാപം ചെയ്ത് വഴി മനുഷ്യനിലേക്ക് പാപ സ്വഭാവം കടന്നു വന്നു. അങ്ങനെ മനുഷ്യൻ പാപികളായി. ഇന്ന് നാം പാപം ചെയ്യുന്നത് പാപി ആയതുകൊണ്ടാണോ, അതോ പാപം ചെയ്ത് പാപിയാകുകയാണോ? കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ടിട്ട് കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ടിട്ട് കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ട് കക്കുകയാണോ? കട്ടിട്ട് കള്ളനാകുകയാണോ, കള്ളനായതുകൊണ്ട് കത്താണോ? കട്ടിട്ട് കള്ളനായതാണെങ്കിൽ കട്ടാലേ കള്ളനാകത്തുള്ളൂ. പക്ഷേ അതുവഴി പോയപ്പോൾ നോക്കിയായിരുന്നു, എവിടെ പട്ടിയുണ്ട്, ഇതുവഴി ഓടാം എന്നെല്ലാം നോക്കിയത് ആരായതുകൊണ്ടാണ്? കള്ളനായതുകൊണ്ട്. ഏത് മനുഷ്യന്റെ അകത്തും ഒരു കള്ളത്തരമുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ജന്മത്തിൽ കൂടെ കിട്ടിയ കൊച്ചു സ്കൂളിൽ പോയി, അവനൊരു കുസൃതിയാ, മഹാ എല്ലായിടത്തുനിന്നും പേന അടിച്ചു മാറ്റി. അവസാനം അവന്റെ അപ്പം ഭയങ്കര ഓഫീസറാ, വലിയ ഓഫീസറാ. അയാളെ വിളിപ്പിച്ചു. PTA മറ്റു പേരൻസ് കംപ്ലൈന്റ് ചെയ്ത് ഒടുവിൽ അപ്പം വന്നപ്പം ടീച്ചേഴ്സ് പറഞ്ഞു, നാണം കെട്ട പണി, ഒരു അടി, എന്നും മോശമല്ലേ? വലിയൊരു മനുഷ്യന്റെ മോന. ഇറങ്ങി വന്നപ്പം മോൻ ഇങ്ങനെ നിൽക്കുക. അപ്പം മോനോട് പറഞ്ഞു, എന്തിനാടാ നീ അപ്പനെ പറയിപ്പിച്ച്? എടാ, നിനക്ക് പേന വേണേ അപ്പനോട് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് അടിച്ചോണ്ട് വരത്തില്ലായിരുന്നു. അപ്പം അപ്പൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി. മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന് അടിച്ചു മാറ്റി. യഥാ പിതാ തഥാ സുത, യഥാ മാതാ തഥാ പുത്രി, യഥാ രാജ തഥാ പ്രജ. ഇച്ചിടെ കൂട്ടി പറയാം, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. സത്യമാണ്. നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ച ഒരു PG ഞങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം. പെന്തക്കോസ്ത് സഭകളിലെ ഇവിടെയൊക്കെ കസേരയൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ പണ്ട് നിലത്തല്ലേ ഇരിക്കുക. പെന്തക്കോസ്ത് സഭകളെ മിക്ക ദൈവമക്കളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആടും. സ്തോത്രം, രക്തം, ജയം, ഹാലേലൂയ ആടും. എന്താ കാര്യം ചോദിച്ചാൽ, രാവിലെ ഒരാൾ സ്റ്റേജിൽ വന്നിരുന്ന് എന്ത് ചെയ്യും? ആടും. എന്നാൽ ഒരു കത്തോലിക്ക പള്ളിയിൽ ഞാൻ കണ്ടില്ല. കണ്ടതെല്ലാം ആടുന്ന പാസ്റ്ററുടെ വിശ്വാസി എന്ത് ചെയ്യും? ആടും. അങ്ങനെയാണ്. യഥാ പാസ്റ്റർ തഥാ വിശ്വാസി, യഥാ രാജ തഥാ പ്രജ, യഥാ മാതാ തഥാ പുത്രി, യഥാ പിതാ തഥാ സുത. അപ്പം എല്ലാ മനുഷ്യർക്കും ഈ പാപം കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പന്റെ സ്വഭാവം ആർക്ക് കിട്ടി? മക്കൾക്ക് കിട്ടി. അപ്പനും അമ്മയും സ്വഭാവം, വല്യമ്മച്ചന്റെ സ്വഭാവം. ചില പിള്ളേരൊക്കെ ഇങ്ങനെ ഈ അരിശം കൊണ്ട് വിറയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞിട്ടുണ്ട്, ചത്തുപോയ മാവി അതുപോലെ നിൽക്കുക. ഭൂതം കയറിയതാണോ? അല്ല, ക്രോമസോമ. അതങ്ങനെയാണ്. യഥാ മത ബന്ധം, പാപം കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ മനുഷ്യൻ ആരായി മാറി? പാപിയായി മാറി. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. മരണം മനുഷ്യന് പാപം വരുത്തി വെച്ച് കൊടുത്തു. പാപം മനുഷ്യന് മരണം വെച്ച് കൊടുത്തു. ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? രക്ഷപ്പെടാൻ വഴി ദൈവം ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം മോശമാണോ? അല്ല. പക്ഷെ ന്യായപ്രമാണം കൊടുത്തത് കൽപ്പന ലംഘിക്കരുത്. കൽപ്പന ലംഘിച്ചാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. കൽപ്പന ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. എന്താ കൽപ്പന കൊടുത്തത്? 10 കൽപ്പനകളും അതിന്റെ ഉപകൽപ്പനകളും ഒത്തിരിയുണ്ട്. 600 ചില്ലുവാനും കൽപ്പനകൾ. ഈ കൽപ്പനകളെല്ലാം ദൈവം മനുഷ്യന് കൊടുത്തത് കൽപ്പന ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷെ അവിടെയും പ്രശ്നം ഉണ്ടായി. എന്താ കാര്യം ചോദിച്ചാൽ, എല്ലാ കൽപ്പനയും അനുസരിക്കണ്ടേ? ഏതിനോട് തെറ്റുന്നോ അതിനെന്തായി? അടിമയായിട്ട് മാറി. കൽപ്പന അനുസരിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നു. എന്താ കാര്യം ചോദിച്ചാൽ, അവരെ കൊണ്ട് ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒന്നിൽ തെറ്റിപ്പോവും. അതാണ് അതിന്റെ കാര്യം. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സത്യമാണെന്ന് പറയണേ, കല്യാണത്തിന് ഐസ്ക്രീം ഒന്നുകൂടെ എടുത്തെങ്കിൽ ആള് എന്തോ പേഷ്യൻ്റ് ആയിരിക്കും.
കല്യാണത്തിന് ഐസ്ക്രീം വീണ്ടും എടുത്തെങ്കിൽ എന്തോ പേഷ്യൻ്റ് ആയിരിക്കും, ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കും. അങ്ങനെയാണ്. എൻ്റെ അമ്മ നല്ല ഡയബറ്റിക് ആയിരുന്നു. അമ്മ രാവിലെ പഞ്ചസാര ഇട്ട് തൊടത്തേ ഇല്ലായിരുന്നു. ചായ എടുത്ത് വെക്കുമ്പോൾ ഒരു കൈ പഞ്ചസാര വെച്ചിട്ട് നക്കുമായിരുന്നു. കാരണം ഒരു കൈ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര വെക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമ്മതിക്കാത്ത ഒരു പ്രമാണം അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞു, ഇപ്പം പറയുന്നുണ്ട് മുട്ട കഴിക്കാം, പക്ഷേ ഒരു മുട്ടയുടെ ഉണ്ണിയെ കഴിക്കാവൂ. ഇപ്പം ഉണ്ണി നല്ല എന്ന് പറഞ്ഞു, ഇന്നലെ അഴുക്കാന്ന് പറഞ്ഞു, നാളെ എന്തോ പറയുന്ന ആർക്കും അറിയത്തില്ല. ഉണ്ണി കഴിക്കാം, പക്ഷേ നിങ്ങൾ 4-5 മുട്ടയുടെ വെള്ള കഴിക്കാൻ. ഇച്ചിരി ഉണ്ണി എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. ഞാൻ പരിപാടി നിർത്തി. എന്നെ കാര്യം ചോദിച്ചാൽ ഉണ്ണി മാറ്റി വെക്കും, നക്കി നക്കി ഉണ്ണിയെ മൊത്തം കഴിക്കുക. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ഒക്കെ. അപ്പോൾ ആരോ പറയുന്നു മൂത്ത മാനസാന്തരം 3 മാസമേ ഉള്ളൂ. എന്താ കാര്യം? മനുഷ്യനെ നന്മ ചെയ്യണമെന്നുണ്ട്. ഒക്കുന്നുണ്ടോ? ഇല്ല. ഒക്കാത്തതിന് കാരണം അവൻ്റെ അകത്ത് എന്തോ ഇരിക്കുക, പാപം. പാപത്തോടും കൽപ്പനയോടുള്ള ബന്ധത്തിൽ ഇത് തന്നെയാണ്. കൽപ്പന ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഈ ശിക്ഷ ദൈവം കഠിനമാക്കി. എന്തിനാ? പിന്നെയും കഠിനമാക്കി. കാരണം ശിക്ഷ നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ശിക്ഷ ചെയ്തു. ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ. അപ്പൊ സ്നേഹം കൊണ്ട് തമ്പുരാൻ രക്ഷിക്കാൻ ശിക്ഷ കഠിനമാക്കി. അതിന്റെ പേരാണ് ശാപം വരുമെന്ന് പറഞ്ഞു. ശാപം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരുന്നതാണോ തലമുറകൾക്ക് വരുന്നതാണോ? നമുക്കും തലമുറകൾക്കൂടെ വരുന്നതിന്റെ പേരാണ് എന്ത്? ശാപം. അതാണ് വളരെ കൃത്യമായ കാര്യമാണ്. നമുക്കും തലമുറകൾക്കും കൂടെ വരുന്നതിന്റെ പേരാണ് എന്ത്? ശാപം. തലമുറകൾക്ക് ശാപം വരുമെന്ന് പറഞ്ഞത് ശപിക്കാൻ വേണ്ടി അല്ല. ഒരിക്കലും ദൈവം ശാപത്തിന്റെ ദൈവം അല്ല. പിന്നെ എന്തിനാ അങ്ങനെ വരുമെന്ന് പറഞ്ഞത്? മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. ചിന്തിക്കണേ, വളരെ കൃത്യമായിട്ട് ചിന്തിക്കണം. തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയാ. കാരണം എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഒരു പരിധി വരെ നമ്മൾ കഷ്ടപ്പെടുന്ന എല്ലാം ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് ദോഷം വരുന്ന ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. മക്കളെക്കാട്ടിൽ നമുക്ക് താല്പര്യമുണ്ട് മക്കളുടെ മക്കള്. അവർക്ക് ദോഷം വരുന്ന ഇഷ്ടമുണ്ടോ? ഇല്ല. കാരണം മക്കളുടെ മക്കൾ വൃദ്ധന്റെ ആരാ? കിരീടം. വേദവസം പറയുന്നു മക്കളുടെ മക്കൾ വൃദ്ധന്റെ കിരീടം. സങ്കീർത്തനം 128. മക്കളുടെ മക്കളെ നീ കാണും, ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. എന്തോ ഒരു സന്തോഷമാണ് ഒരു കൊച്ചുമക്കൾക്ക് ആവുമ്പോൾ. വല്യപ്പച്ച, അപ്പച്ച, അമ്മച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ മാനുഷികമല്ലേ. അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനെ വീണ്ടും ശിക്ഷ കഠിനമാക്കി ശാപം വരുമെന്ന് പറഞ്ഞ് ശപിക്കാൻ വേണ്ടിയല്ല. ശാപം മക്കൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും എന്തനുസരിക്കണം? കൽപ്പന അനുസരിക്കണം. ശാപം ഉണ്ടോന്ന് ചോദിച്ചാൽ ശാപം ഉണ്ട്. എന്നോട് അമേരിക്കയിലുണ്ട് അച്ഛൻ, അമേരിക്കൻ സിറ്റിസനാണ്, നാട്ടിലാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞ ഒരു സംഭവം. അച്ഛന് മത്തമ്മയിലെ അച്ഛനാണ്. അച്ഛൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഭവം. അച്ഛൻ്റെ മകൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഒരു സുവിശേഷകനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു സംഭവം എപ്പോഴും പറയാറുണ്ട്. അച്ഛൻ പറഞ്ഞ ഇതാണ്: ഒരു പള്ളിയിൽ ഇച്ചിരി രണ്ട് പ്രബലമായ കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഒരു കുടുംബത്തിലെ മാമോദീസ അടുത്ത ദിവസം നടക്കുകയാണ്. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടി മറ്റേ കുടുംബക്കാർ ചെയ്ത ഒരു കാര്യം, അന്ന് രാത്രിയിൽ ഓട് പൊളിച്ച് പള്ളിക്കകത്തിറങ്ങി മാമോദീസ തൊട്ടില് അവർ അത് ടോയ്ലറ്റായിട്ട് ഉപയോഗിച്ചു. മാമോദീസ തൊട്ടില് ടോയ്ലറ്റായിട്ട് ഉപയോഗിച്ചു. അതിനുശേഷം ആരും കഴുകിയെങ്കിലും പള്ളി വരാതായി. കാരണം പള്ളി ആരും ഇങ്ങനെ സംഭവം നടന്നുകൊണ്ട് പിന്നെ ആരും, ഞാൻ മാമോദീസായി ശിഷ്യസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല എങ്കിൽ പോലും നടന്ന ഒരു സംഭവമായിട്ട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം. അവസാനം ഇത് കഴിയിട്ടൊന്നും ആൾക്കാർ പള്ളി വരാതായി, ആരാധന മുടങ്ങി, മാമോദീസ മുടങ്ങി. ഒടുവിൽ വലിയ തിരുമേനി വന്നു. ഭക്തനായ വലിയ തിരുമേനി ജനത്തെ വിളിച്ചുകൂട്ടി മാമോദീസ തൊട്ടിൽ സ്വന്തം കൈകൊണ്ട് കഴുകി അതിനകത്ത് വെള്ളം നിറച്ച് തിരുമേനി കൈകൊണ്ട് മുട്ടുകുത്തി ഇന്ന് മുത്തി കുടിച്ചു. അതിൽ പിന്നാണ് അവിടെ മാമോദീസ നടക്കാൻ തുടങ്ങിയത്. പക്ഷെ അച്ഛൻ പറയുന്ന കാര്യം, അന്ന് മുതൽ ഇന്ന് വരെ ആ കുടുംബത്തിൽ മലദ്വാരത്തിൽ ക്യാൻസർ ഉണ്ട്. എന്താ കാര്യം? ശാപം. ഇപ്പം എല്ലാ ക്യാൻസറും ശാപമാണെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുതേ. അപ്പൊ ഈ കുടുംബത്തിലെ ടിപ്പിക്കലായിട്ടുള്ള ഒരു രോഗം അവിടെ മലദ്വാര ക്യാൻസർ. എന്താ കാര്യം ചോദിച്ചാൽ എന്തുണ്ട്? ശാപമുണ്ട്. ശാപം മനുഷ്യനെ വേട്ടയാടി. എന്തിനാ ശാപം വരുമെന്ന് പറഞ്ഞത്? ശിക്ഷിക്കാനോ ശപിക്കാനോ അല്ല. മനുഷ്യൻ നന്നായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. പക്ഷെ എന്നിട്ടും മനുഷ്യൻ പാപം ചെയ്തു. പല രീതികളിൽ ശാപം വരാം. ദരിദ്രനെ പീഡിപ്പിക്കുന്നതിലൂടെ ശാപം വരാം. അധാർമികമായ ലൈംഗിക പാപങ്ങളിലൂടെ ശാപം വരാം. പുണ്ഡികൂടോത്രങ്ങളും ദുർമന്ത്രവാദങ്ങളും അന്യദൈവ ആരാധനകളും എന്ത് വരുത്താം? ശാപം വരുത്തും. എപ്പോഴും ഓർത്തോടെ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി അന്യദൈവ ആരാധനകളിലേക്കൊക്കെ പോകുമ്പോൾ അതെല്ലാം ശാപം വരുത്താം. ഇങ്ങനെ മനുഷ്യന്റെ മേൽ ശാപം വന്നു. ശാപവും ശിക്ഷയും മരണവും മനുഷ്യനെ വേട്ടയാടിയപ്പോൾ യാഗങ്ങൾ നടത്താൻ തുടങ്ങി. യാഗം എന്തിനാണ്? പഴയ നിമിത്തം യാഗമുണ്ട്. യാഗം സബ്സ്റ്റിറ്റ്യൂട്ടാണ്. വളരെ സിമ്പിളി, യാഗം സബ്സ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാൾ എന്ത് ചെയ്യുക? മരിക്കുക. പക്ഷെ വീണ്ടും പ്രശ്നമുണ്ട്. യാഗം കഴിക്കും, പരിഹാരം ഉണ്ടാകും. വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. അതാണ് എബ്രായ ലേഖനം പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ എന്ത് ചെയ്യുന്നു? കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും യാഗം കഴിക്കുന്നു, പരിഹാരം കിട്ടുന്നില്ല. വീണ്ടും മനുഷ്യൻ മതത്തിന്റെ കർമ്മങ്ങളുടെ
അതിൻ്റെ ഭാണ്ഡക്കെട്ട് പേറി പാപഭാരവും പേറി നടക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? രക്ഷപ്പെടാൻ കഴിയുന്നില്ല. സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ നെഞ്ചുപൊട്ടി നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? ഉത്തരം കെട്ടി സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് മാറി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ്. ദൈവം എന്തായി മാറി? മനുഷ്യനായി മാറി. ഞാനതിനെ ഇങ്ങനെ പറയും, വലിയവനായ ദൈവം, സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം ചെറുതായി. ഇന്ന് എല്ലാവരും വലുതാകാനുള്ള യാത്രയിലാണ്. പക്ഷേ ദൈവം എന്തായി വരികയാണ്? ചെറുതായി വരും. ഫിലിപ്പിയർ ലേഖനം അത് കൃത്യമായിട്ട് പറയുന്നു. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അവന് അവിടുന്ന് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ ഒടിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു. ക്രിസ്തുവിന്റെ ജഡാവതാരം ചെറിയൊരു കാര്യമല്ല. കാരണം എല്ലാവരും വലുതാകുമ്പോൾ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ദൈവം വിട്ട് മണ്ണി വന്ന് ചെറുതായി മാറി. ദൈവം ആരായി മാറി? ചെറുതായി. നമ്മുടെ കംപ്ലൈന്റ് തന്നെ അവൻ എന്നെ ചെറുതാക്കിയെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്താക്കി? ചെറുതാക്കി. അതൊക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വലിയ പാടാ. അവൻ എന്നെ കൊച്ചാക്കിയില്ലേ? പക്ഷേ തമ്പുരാനെ നോക്കിയാൽ കൊച്ചാക്കിയതിന് ഒരു ഭാരവും വരത്തില്ല. എല്ലാം സൃഷ്ടിച്ച ദൈവം താണ്ട് കൊച്ചായി കിടക്കുന്ന കണ്ടോ? ദൈവം ചെറുതായെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ വലുതാകാൻ? വലുതാകാനുള്ള ഓട്ടത്തിൽ ചെറുതായ ഒരു, അതുകൊണ്ടാണ് പറയുക, ബൈബിൾ ഗീവ്സ് അസ് എ കൗണ്ടർ കൾച്ചർ, പ്രതിസംസ്കാരം. ഈ ലോകത്ത് എല്ലാവരും വലുതാകാനുള്ള ഓട്ടമാണ്. എല്ലാവരും വലുതാകാൻ. സത്യത്തിൽ എല്ലാവരും ചെറിയ വണ്ടി ഉള്ളവർക്ക് എന്തോ വേണം? വലിയ വണ്ടി വേണം. ചെറിയ വീടുള്ളവർക്ക് വലിയ മനുഷ്യൻ വേണം. തെറ്റോ ശരിയെന്നുള്ളതല്ല. പിന്നെ മനുഷ്യൻ പരാക്രമമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ഇവിടെ സമയമില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഇപ്പം ഈ അമേരിക്കൻ ലോകമാണെങ്കിലും ഇന്ത്യൻ ലോകമാണെങ്കിലും ഇതെല്ലാം സമാനമാണ്. നമുക്ക് ചിന്തിക്കാൻ ഇതൊന്നും നമുക്ക് നേരെയില്ല. എന്നാ കാര്യം ചോദിച്ചാൽ 3 ഫേസിലാണ് ലൈഫ് പോകുന്നത്. ഒന്നാമത്തെ ഫേസ് ത്രില്ലിന്റെ സമയം. ത്രില്ലുകാരും ഇവിടെ ഇല്ല. വളരെ 1-2 പിള്ളേരെ കാണത്തുള്ളൂ. പിള്ളേരുടെ സമയം. അവരുടെ പ്രായം എന്തിന്റെ പ്രായമാണ്? ത്രില്ലുള്ള എത്ര പേരിനകത്തിരിപ്പുണ്ട്? ആരില്ല. ഉണ്ടോ? 2-3 പേര് കാണും. കാരണം ത്രില്ലിന് ഇതൊന്നും സമയമില്ല. ത്രില്ലിന്റെ ലോകം. അവർ ഭയങ്കര, ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം തന്നെ ത്രില്ലിന്റെ ലോകത്താണ്. എന്ത് പാടുപെട്ടാ ഇവിടെ യാത്ര. അവരെല്ലാം ട്രിപ്പും ബഹളവും ഇങ്ങനെ കറങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകം. അതിന്റെ ലോകം എന്തിന്റെ പേരാ? ത്രില്ലാണ്. ത്രില്ല് കഴിഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊറ്റ കാര്യത്തിലെ ഓട്ടം ബില്ലടയ്ക്കാനാണ്. രണ്ടാമത്തെ ഫേസ് എന്താ? ബില്ലാണ്. ബില്ലടച്ചില്ലേ കൈകെട്ട്. ഇവിടെ രാപ്പകലില്ലാതെ അധ്വാനം. അതുകൊണ്ടും കൂടെ ആള് കുറയുന്നത്. കാരണം എല്ലാവരും ഇന്നത്തെ ഹോളിഡേക്ക് ഡബിൾ ഡ്യൂട്ടി ചെയ്യത്തില്ലേ? കാരണം എന്താ അടയ്ക്കാം? ബില്ലടയ്ക്കാം. പിന്നെ ഒരു സമയത്താണ് നമ്മൾ തപ്പുന്നത്, ഇല്ലിന്റെ സമയത്താ. 3 ഫേസാ ലൈഫിന്. ത്രില്ല്, ബില്ല്, ഇല്ല്. അല്ലേ? ത്രില്ല്, ബില്ല്, ഇല്ല്. ഇതൊക്കെ ചിന്തിക്കുന്ന എപ്പോഴാ ഇനി? അന്നേരം ഓർമ്മ പോയെങ്കിൽ എന്തോ ചെയ്യുക. അതുകൊണ്ട് ബില്ലിന്റെ ലോകത്തോടെ മാത്രം ഓടരുത്. നോക്കൂ, മനുഷ്യന് മരണം വരുത്തി പാപവും അതിന്റെ ഒരു കൗണ്ടറായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു റെമഡി ആയിട്ട് യാഗങ്ങൾ നടത്താൻ തുടങ്ങി. യാഗങ്ങൾ നടത്താൻ ഇല്ലാന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ആരെടുത്തു? മനുഷ്യാവതാരം എടുത്തു. മനുഷ്യാവതാരം എടുത്ത ക്രിസ്തുവേശു നമുക്ക് വേണ്ടി 30 വയസ്സ് വരെ മാതാപിതാക്കൾപ്പെട്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. 3.5 വർഷക്കാലം കർത്താവ് ശുശ്രൂഷ ചെയ്തു. 33 തിരുവയസ്സിൽ പീലാത്തോസിന്റെ അരമേലയിൽ പിടിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനു മുമ്പ് മതകോടതി വിസ്തരിച്ചു. 3 മതകോടതി, പിന്നെ രാഷ്ട്രീയ കോടതി. പീലാത്തോസിന്റെ അരമനെ വെച്ച് വളരെ കൃത്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നു, ഈ നിൽക്കുന്ന പ്രതി ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. തെറ്റ് കാണുന്നില്ലെങ്കിൽ അവനെ വെറുതെ വിടണം. അതല്ലേ കോടതിയുടെ ഉത്തരവ്? തെറ്റില്ലെങ്കിൽ ആ പ്രതിയെ എന്ത് ചെയ്യണം? വെറുതെ വിടണം. നമുക്കറിയാം കോടതിയുടെ ഒരു മൂല്യമുണ്ട്, കോടതിയുടെ ഒരു വാല്യൂ ഉണ്ട്, കോടതിയുടെ ഒരു ബേസ് സിസ്റ്റം ഉണ്ട്. ഒരു നിരപരാധി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷിക്കപ്പെടാൻ പാടില്ല. പക്ഷെ ആ കോടതി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഒരു തെറ്റും കാണുന്നില്ല. തെറ്റ് കാണാഞ്ഞിട്ടും കർത്താവ് അടിക്കപ്പെട്ടു. പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ അടിപ്പിക്കാം. ഇതിനെ അടിപ്പിച്ചത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ക്രിസ്തുവിനെ എന്ത് ചെയ്തു? അടിപ്പിക്കുക. എന്തിനാ അടിച്ചത്? യെശയ്യാവ് അത് പറയാണ്, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, therefore there shall no condemnation for those who are in Christ Jesus. ഇപ്പൊ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. അടുത്ത വാക്യം പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണവും എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം ഇറക്കി. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കുകയും പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. എന്തിന് ശിക്ഷയേറ്റു? ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായത്തിന്റെ, കാരണം ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾ മാത്രമേ നീതീകരിക്കപ്പെടത്തുള്ളൂ. വേഗത്തിൽ ഒന്ന് നോക്കിപ്പോകാം. ആവർത്തന പുസ്തകത്തിൽ നാം അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, നീതിമാൻ വേണ്ടി. ആവർത്തന പുസ്തകം 25-ാമത് അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വളരെ പെട്ടെന്ന് പോകട്ടെ. ആവർത്തന പുസ്തകം 25-ാമത് അധ്യായത്തിൽ അതിന്റെ 1-2 വാക്യങ്ങളിൽ കാണുകയാണ്, നീതിമാന് വേണ്ടി ശിക്ഷയേക്കപ്പെടണം. അല്ലേ?
മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടായിട്ട് അവർ ന്യായാസനത്തേക്ക് വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ എന്ത് ചെയ്യണം? കുറ്റം വിധിക്കുകയും ചെയ്യണം. കുറ്റക്കാരൻ അടിക്ക് യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടിപ്പിക്കാം. എത്ര അടി വരെ അടിക്കാം? 40 അടി. എന്തിന്? കുറ്റമുണ്ടെങ്കിൽ. പക്ഷെ ഒരു കുറ്റവും ഇല്ലെന്ന് ന്യായാധിപൻ പറഞ്ഞിട്ടും വീണ്ടും കർത്താവ് ശിക്ഷിക്കപ്പെടുകയാണ്. എന്തിനു ശിക്ഷിക്കപ്പെട്ടു? നമ്മുടെ ശിക്ഷ ആരുടെ മേലായി? ഏത് പാപത്തിനും ശിക്ഷയുണ്ട്. ഏത് പാപത്തിനും ശിക്ഷയുണ്ട്. ഒരാൾ കുടിക്കാൻ പാടില്ല, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. നിരന്തരം മദ്യപിച്ചാൽ എന്ത് പറ്റും? കരളിന് പോത്തില്ലേ? പോകും. ഏത് തെറ്റിനും ശിക്ഷയുണ്ട്. നിരന്തരം വലിച്ചാൽ ക്യാൻസർ വരും. ഏത് തെറ്റിനും ശിക്ഷയുണ്ട്. എന്നാൽ ദൈവകോടതിയുടെ ശിക്ഷ മരണം കൊണ്ടും തീരാത്ത, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദൈവം മനുഷ്യർക്ക് നിയമിച്ച് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏത് തെറ്റിനും ശിക്ഷയുണ്ട്. നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നിന്ന് സ്തോത്രം ചെയ്തേ. നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തിന് നിന്ന് സ്തോത്രം ചെയ്തേ. അതാണ് റോമാലേഖനം കൃത്യമായിട്ട് പറയുകയാണ്. അതിന്റെ റോമാലേഖനം 3-ാം അധ്യായം 5-ാം അധ്യായത്തിലെല്ലാം പറയുന്നു, നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ, ആ ശിക്ഷ കർത്താവ് ഏറ്റെടുക്കുമ്പോൾ അതിനെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം. റോമാലേഖനം 5:1 നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിക്കുകയാണ്. ശത്രുക്കമായി തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അങ്ങനെ വളരെ കൃത്യമായി ഏക മനുഷ്യനാൽ വന്ന പാപം ഏകന്റെ അനുസരണത്താൽ അവിടെ നീതീകരിക്കപ്പെട്ടു. ദൈവം നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റു. ഈ ശിക്ഷ ഏറ്റത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ്? അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം ആരിലായി? ക്രിസ്തുവിലായി. ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. ദൈവത്തിന്റെ നീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയാക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പാപം അറിയാത്തവനെ അവിടുന്ന് നമുക്ക് വേണ്ടി നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവൻ പാപനിമിത്തം നമുക്ക് വേണ്ടി നീതിയായി മാറുകയാണ്. നാം പാപം സംബന്ധിച്ച് പത്രോസ് പറയും, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറി. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. കാരണം അതുകൊണ്ട് പ്രശംസയുടെ അത് പോയി. റോമർ 3:27 ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലാണോ? അല്ല. കാരണം നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം കറവരച്ച തുണി പോലെയാണ്. എന്നാൽ കർമ്മമാർഗത്താൽ അത് സാധിക്കാതിരിക്കുമ്പോൾ, പ്രവൃത്തികളാൽ അത് സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കാൽവറി ചെയ്തെടുത്ത ഫിനിഷ്ഡ് വർക്ക്, കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ചെയ്തെടുത്ത പൂർണ്ണമായ ആ പ്രവൃത്തി മൂലം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുകയാണ്. ഏകലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകന്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരണം വരേണ്ടതിനാവും നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു. അത് നാം വിശ്വാസത്താൽ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്താണ് പറയുക? എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്ക്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ചേർന്ന് പറഞ്ഞ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപാക്കും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് അങ്ങനെയല്ല, ഇച്ചൂടെ കൂട്ടിയാണ് പറയുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്ന് അപ്പോസ്തല പ്രവൃത്തിയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പം ദൈവത്തിന്റെ നീതി കർത്താവിന്റെ മേലായിട്ട്, കർത്താവ് നമുക്ക് വേണ്ടി പാപപരിഹാരമായെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കുക. എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. എല്ലാവർക്കും വേണ്ടി ദൈവത്തിന്റെ നീതീകരണം വന്നു. പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് മനുഷ്യൻ തൻ്റെ വിൽ പവർ ഉപയോഗിച്ച്, അതിമനുഷ്യൻ പാപം ചെയ്ത് തൻ്റെ വിൽ പവർ ഉപയോഗിച്ചാണ്. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാം രക്ഷിക്കപ്പെടുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, രക്ഷിക്കപ്പെടണം. കർത്താവ് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവ മക്കളായി തീരുവാൻ അവിടെ നിന്ന് കൊടുത്തു? അധികാരം കൊടുത്തു. ദൈവ മക്കളായി തീരുവാൻ. എല്ലാവരും പറഞ്ഞ്, കർത്താവായ യേശു നമുക്ക് വേണ്ടി പാപപരിഹാരയാഗമായി. ഈ യേശുവിനെ നാം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാറി നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. നാം ദൈവത്തിന്റെ ആരായി മാറി? മക്കളായി മാറി. ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ ആരായി? മക്കളായി. ആ മക്കളാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേവലം ഒരു ബൗദ്ധികമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എടുത്തു പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ലോകത്തിലേക്ക് വന്നു, ലോകത്തിൽ അവൻ ഉണ്ടായിരുന്നു. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തായി തീരാനൊത്തു? ദൈവ മക്കളായി തീരാൻ. ഉള്ളവരും പറഞ്ഞേ, ദൈവ മക്കളായി തീരാൻ. ഈ മക്കളായി തീരുമ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാമോ? നമ്മളെല്ലാവരും ഒരു സിറ്റി ലൈഫ് ഇഷ്ടപ്പെടുന്നവരും സിറ്റി ജീവിക്കുന്നവരൊക്കെയാണ്. സിറ്റി, വാട്ട് ഈസ് എ സിറ്റി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അടുത്തിടയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ഉണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വേർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരും ഇല്ലാത്ത ഒത്തിരി പേര് ഒന്നിച്ച് താമസിക്കുന്ന ഇടത്തിന്റെ സ്ഥലം പേരെന്താ? സിറ്റി. ആരുമില്ലാത്ത മെട്രോപൊളിറ്റൻ സിറ്റികളുണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വേർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ഇവിടെയും തപ്പിയെ കാണാം എന്തുമാത്രം ഒറ്റയ്ക്കുള്ള മനുഷ്യരാ. അവർ വരുന്നു, അവർ പോകുന്നു, ആര് ശ്രദ്ധിക്കുന്നു? ഒരു കാർ ഇറങ്ങിപ്പോകുന്നു, മറ്റൊരു കാർ വരുന്നു. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് യാത്രക്കാർ. പിള്ളേർ അവരുടെ ലോകത്ത്, അപ്പനും അമ്മയും അവരുടെ ലോകത്ത്. ചിലയിടത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ചിലയിടത്ത് പ്രിയപ്പെട്ടവർ മരിച്ചവർ, പിന്നെ കുഞ്ഞുങ്ങളിൽ ഇല്ലാത്തവർ, കുഞ്ഞുങ്ങൾ മാറിപ്പോയവർ, കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ആരുമില്ലാത്തവരായി മാറുകയാണ്. പക്ഷെ ആരുമില്ലാത്ത ഈ ലോകത്തിന് ഉത്തരം നൽകുന്ന ഒരിടമുണ്ട്. അവനെ കൈക്കൊണ്ടാൽ അവർ ദൈവത്തിന്റെ മക്കളായി മാറുകയാ. ഇതാ സുവിശേഷം. അവനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ ആരായി മാറി? മക്കളായി മാറുകയാണ്. മക്കളായി മാറും. ആരുടെ മക്കള്? ദൈവത്തിന്റെ മക്കളായി മാറാം. എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 22-ാമത് അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസുമായിട്ട് സംവാദിക്കുന്നുണ്ട്. അത് ഭയങ്കര. പത്രോസിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ അവസാന അധ്യായത്തിൽ 3 വട്ടം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവിടെ ചോദിക്കുന്ന എല്ലാം ഇങ്ങനെയാണ്. 22 യോഹന്നാന്റെ സുവിശേഷം അവിടെ ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇവരിൽ അധികമായി, 15-ാം വാക്യം, നീ ഇവരിൽ അധികം, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. 21-ാം വാക്യം വീണ്ടും ചോദിക്കുന്നു, രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, എന്നെ നീ എന്ത് ചെയ്യുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? മൂന്നാമതും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 16-ാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഇച്ചിരി വ്യത്യസ്തത്തിലുമായിട്ടാണ് കർത്താവ് ചോദിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത് അധ്യായത്തിൽ കർത്താവ് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാർ, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുന്നു. ചിലർ യോഹന്നാനെന്നും, ചിലർ ഏലിയാവെന്നും, ചിലർ യെരമ്യാ പ്രവാചകൻ ഒരുത്തനെന്നും പറയുന്നെന്ന് പറഞ്ഞു. നിങ്ങളോ ആരെന്ന് ചോദിച്ചതിന് ശീമോൻ പത്രോസ് അവനോട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, 17-ാമത്തെ വാക്യം, യേശു അവനോട്, ബെറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രയും നിനക്കിത് വെളിപ്പെടുത്തും. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യുകയില്ല, ജയിക്കുകയില്ല. എന്നാൽ യോഹന്നാനിൽ 21-ാം അധ്യായത്തിൽ പറയുന്ന ആരുടെ മകൻ എന്നാ? യോഹന്നാന്റെ മകൻ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ എന്താ പറയുക? ബെറിയോനാ, യോനായുടെ ബെർ എന്ന് പറഞ്ഞ മകൻ, ബെറിയോനാ ശീമോനെ, യോനായുടെ മകനെ. ഉത്തരം ഇതായിരിക്കണം. പഴയ നിയമത്തില് യോന എന്ന് പറയുന്ന പ്രവാചകനെ കാണുന്നുണ്ട്. കപ്പൽ മുങ്ങാൻ പോകുകയാണ്. കപ്പൽ മുങ്ങാതിരിക്കണമെങ്കിൽ ഒരാള് വീഴണം, എടുത്തു കളയപ്പെടണം. ആരാ? യോനായെ എടുത്തിട്ടപ്പോൾ കപ്പൽ ശാന്തമായെങ്കിൽ പാപക്കടലിലേക്ക് മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവൻ എറിഞ്ഞു കൊടുക്കപ്പെട്ട ഒരു പുതിയ നിയമ യോനായുണ്ട്. അതാരാണ്? ക്രിസ്തുവാണ്. പത്രോസിന് ആ വെളിപ്പാടുണ്ടായപ്പോൾ ദൈവം പത്രോസിനോട് പറയാണ്, ക്രിസ്തു ബെറിയോന ശീമോനെ, പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ മകനായി മാറുകയാ. ഒരു കാര്യം ഓർത്തോണേ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രിവിലേജ് മാറുകയാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് മാറുകയാണ്, ദൈവം നമുക്ക് പിതാവായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും എന്ത് ചെയ്യുകയില്ല, അനാഥനായി വിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം
എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റം, നാം ദൈവത്തിന്റെ ആരായി മാറും? മക്കളായി മാറും. അവിടെ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എനിക്ക് കർത്താവുമായിട്ട് കർത്താവ് ഒരു അറിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ അപ്പച്ചൻ പറഞ്ഞു തന്നാണ് ആദ്യമായിട്ട് കർത്താവിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പഠിക്കുക. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു സന്ദേശം നൽകിയത് അപ്പച്ചനാണ്. പിന്നെ കർത്താവിനെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നല്ല എനിക്ക് കർത്താവിനെ പേടിയായിരുന്നു. എന്താ കാര്യം ചോദിച്ചാൽ, ഭയങ്കര ഭീകരമായിട്ടാണ് അവർ കർത്താവിനെ അവതരിപ്പിച്ച്. കള്ളം പറഞ്ഞാൽ കർത്താവ് ഇവിടെ കൊണ്ടിടും, നരകത്തിൽ കൊണ്ടിടും. നരകത്തിൽ എന്തോ ഉണ്ട്? അതാണ് നമ്മളെ പഠിപ്പിച്ചതെല്ലാം. നരകത്തിൽ എന്തോ ഉണ്ട്? അട്ടയുണ്ട്, പുഴുവുണ്ട്. അത് വളരെ കൃത്യമായിട്ട് സൺഡേ മൂക്കിക്കൂടി ഇങ്ങനെ കയറും. ചാകാത്ത പുഴുവും കേടാത്ത തീ. ഇച്ചൂടെ കഴിഞ്ഞപ്പോൾ അവർ പഠിപ്പിച്ചു വീശുമുറം അവന്റെ കയ്യിലുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്ത് വെച്ചിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. അപ്പൊ എന്നോടൊരു പാവം പറഞ്ഞു, എല്ലാ കോടാലിയുടെ നടുവിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തുവാ? കോടാലി. ആകെ ഭയമായി. ഭയത്തിന്റെ ലോകത്തു നിന്ന് കാലം മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായത്, എന്നെ വെട്ടാനും അടിക്കാനും മാത്രം ഇരിക്കുന്ന, ഓഫ് കോഴ്സ് ദൈവം ന്യായാധിപതിയാണെങ്കിൽ പോലും അതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളല്ല എൻ്റെ കർത്താവ്. തെറ്റിപ്പോയപ്പോഴും കാത്തിരുന്ന ഒരപ്പൻ, ഉതറിപ്പോയപ്പോഴും കാത്തിരുന്ന ഒരപ്പൻ, കണ്ണ് നിറഞ്ഞ അറിയുന്ന ഒരപ്പൻ. ഇന്ന് എനിക്ക് കർത്താവ് കേവലം ഭീതി പരത്തുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഭീതി പരത്തുന്ന പ്രവാചകർ എന്നെ ഭയപ്പെടുത്താറുണ്ട്. അവർ പറയുന്നത് പലതും അനർത്ഥങ്ങളുടെയും അപകടങ്ങളെയും തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം പ്രവചനം നല്ലത് ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്തോണം? മുറുകെ പിടിച്ചോണം. എന്നാൽ ഭയം വിതയ്ക്കാൻ വേണ്ടി മാത്രമല്ല, സ്നേഹത്തോടിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നുള്ളൊരു അറിവ് കിട്ടി. ഇങ്ങനൊരു അപ്പനുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം നമ്മുടെ പിതാവായി മാറുകയാണ്. ആ ബോധ്യമുള്ളവരെല്ലാം അവിടെ നമ്മൾ ഒരിക്കലും അനാഥരല്ല, 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 ആരുമില്ലാത്തവനല്ല. എത്ര ആരുമില്ലാതായാലോ ആരുമില്ലാത്തവനല്ല. ആരുമില്ലാതാകുമ്പോൾ അടുത്ത് വരുന്നൊരു കർത്താവ്. ഇന്ന് എനിക്ക് കർത്താവിനെ അറിയാം. എൻ്റെ കണ്ണ് നനഞ്ഞ അറിയുന്ന ഒരു കർത്താവിനെ അറിയാം. എൻ്റെ മുഖം പാടിയ അറിയുന്ന ഒരു കർത്താവിനെ അറിയാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന അറിയുന്ന ഒരു കർത്താവിനെ അറിയാം. എനിക്ക് കർത്താവ് ഒരു യാഥാർത്ഥ്യമാണ്. 1000 പേര് ഒരുമിച്ച് നിരീശ്വര മതം പറഞ്ഞാലോ, ദൈവമില്ലെന്നുള്ള തെളിവ് നിരത്തിയാലോ, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ, കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ അനുഭവിച്ച ഒരു കർത്താവുണ്ട്, അനുഭവിച്ച ഒരു പിതാവുണ്ട്. ഇന്ന് രാത്രി അത് അറിഞ്ഞിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവസ്നേഹം മാടി വിളിക്കുക. ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്നവർ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം നമുക്ക് പിതാവായി മാറും. എങ്ങനെ? വിശ്വസിച്ച്, വിശ്വാസത്തിലൂടെ രക്ഷമാക്കുന്ന ആ നീതീകരണത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, കൃപയാൽ അത്രയും നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന, വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെടുമ്പോൾ ബെറിയോന ശീമോനെ നീ എൻ്റെ മകനായി മാറും. യോഹന്നാന്റെ മകൻ പുതിയ നിയമത്തിൽ യോനായുടെ മകനായി മാറി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാം. ഇതെന്റെ അനുഭവം. ഈ അനുഭവം ഉള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഞാൻ ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്ക് ഒരു പക്ഷേ പല കാര്യങ്ങളിൽ പറയാനുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ പറയാനുണ്ട്, ആരോഗ്യപരമായ കാര്യങ്ങളിൽ പറയാനുണ്ട്. എങ്കിലും ഓർമ്മയിൽ മുഴച്ചു നിൽക്കുന്ന 2 അനുഭവങ്ങൾ പലയിടത്തും പറയാറുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഒരു ഉപദേശിമാരുടെ ഒരു പ്രശ്നമുണ്ട്. ഉപദേശിമാരുടെ ഒരു പ്രശ്നം, എല്ലാവർക്കും സങ്കടം വന്ന ഒരു പക്ഷേ പാസ്റ്ററോട് പറയുക. പാസ്റ്റർക്ക് സങ്കടം വന്ന ആരോട് പറയും? ദൈവത്തോട് പറഞ്ഞോണം. നിങ്ങളോടാരും പറയില്ലല്ലോ, പറയില്ല. എത്രയോ സഹോദരന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഇടത്തൂടാ ഒരാഴ്ചയായി മിണ്ടിയിട്ട് സൂത്രത്തിൽ വീട്ടിൽ വന്നൊന്ന് കയറി ഇറങ്ങിപ്പോണേ. നമ്മൾ വളരെ സൂത്രത്തിൽ ചെന്ന് എന്തുകൊണ്ട് സൗകര്യം എന്നൊക്കെ ചോദിച്ച് ഇണക്കിയിട്ടേ വരത്തുള്ളൂ. എവിടെങ്കിലും ഒരു കുളി കിട്ടും. പറഞ്ഞില്ലെന്ന് പറയാതെ കാര്യങ്ങൾ ക്രമീകരിക്കും. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? വിശ്വാസിയോട് പറയാൻ ഒക്കുവോ? പറയാൻ ഒക്കത്തില്ല. പറയരുതെന്ന് തന്നെ അഭിപ്രായം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എവിടെ പോകരുത്? സഭയെ ഭരിക്കരുത്. വിശ്വാസി പറഞ്ഞു പോയ അപകടമല്ലേ? അപ്പൊ എന്തോ പറയും? വ്യക്തിപരമായൊരു പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുക. രാത്രി 1:45 കഴിഞ്ഞ് എല്ലാവരും പോയി. എൻ്റെ വീടിനറിയാൻ ജോയിശാൻ പറഞ്ഞ പോലെ രാത്രി എല്ലാ ആൾക്കാർ കാണും. അപ്പോൾ അത് കഴിഞ്ഞും ചർച്ചിലോട്ടൊക്കെ കയറി പോകുന്നവരും പ്രാർത്ഥിക്കാൻ പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തും ആരും അറിയണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ തിണ്ണെ വന്നിരുന്ന മുറിയെല്ലാം ഓഫ് ചെയ്ത്, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക. അപ്പം എനിക്കൊരു നിർബന്ധം, ഞാനിവിടെ ഉണർന്നിരിക്കുന്നത് പുറത്തൂടെ പോകുന്ന ആരും കഴിവ് ക്രിസ്തുവൊക്കെ ഉണ്ട്. അവരൊക്കെ രാത്രി ഇങ്ങനെ പോകും. ആരും അറിയണ്ട, ഒറ്റ മനുഷ്യർ അറിയണ്ട. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉണർന്നിരിക്കുക. വെളുപ്പിന് 2:45 2:45 എൻ്റെ ഫോൺ ബെല്ലടിച്ചു. സാമച്ചൻ പാസ്റ്റ, അദ്ദേഹം അങ്ങനെ റെഗുലറി എന്നെ വിളിക്കാറില്ല, അങ്ങനെ വലിയ റെഗുലർ കോണ്ടാക്ട് ഒന്നുമില്ല. 2:45 വെളുപ്പിന് 2:45 എന്നെ വിളിച്ചു. പേടിച്ചു പോയി. 2:45 എടുത്തു. സാമച്ചൻ പാസ്റ്റ, എന്താ വെച്ചാൽ രാവിലെ ഈ 2:45 എന്ത് പറ്റി?
മോൻ്റെ കല്യാണം വിളിക്കാനാ. ഞാൻ ചോദിച്ചു അമേരിക്കയിൽ നിന്ന്? അല്ല, പുല്ലൂന്ന് 2:45. ഞാനങ്ങ് വല്ലാതായി. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ വെളുപ്പിനെയാണ് വിളിക്കണമെന്ന് അറിയാം, ഇതിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ഞാനങ്ങ് പറയുക, അതിനല്ല വിളിച്ചത്. നീ ഒരു കാര്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാ പറഞ്ഞ് എനിക്കതിനൊരു ദൂത് ലഭിച്ചു, അത് പറയണമെന്ന് ഇപ്പം തന്നെ നിയോഗം ഉണ്ടായി. ഞാൻ ഏത് ഭാരത്തിലാണോ ഉണർന്നിരുന്നത് അതിനുള്ള ഉത്തരം. ഞാൻ ഉണർന്നിരുന്ന ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക, പക്ഷെ ഞാൻ അവിടെ ഉണർന്നിരുന്നെന്ന് അറിഞ്ഞ ഒരു പിതാവ്, എനിക്ക് ഈ ദൈവം പിതാവാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട പ്രിവിലേജ് മാറും, ഈ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറും. രണ്ടാമത്തെ ഒരു അനുഭവം എനിക്ക് പറയാൻ ഇഷ്ടമാണ്. 2018 മഹാപ്രളയം. പ്രളയത്തെക്കുറിച്ച് ഇന്നും ഞങ്ങൾ സംസാരിച്ചു. ആ പ്രളയത്തിൽ ഇറങ്ങി നിന്ന് ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എനിക്കൊന്ന് അതിന് ശേഷം ഞാനിവിടെ വന്നെന്ന് തോന്നുന്നു. എനിവേ, ആ പ്രളയത്തിന് ശേഷം ഒരു രാത്രി പ്രളയം ഭയങ്കരമായിരുന്നു. പ്രളയാനന്തര ഭൂമി ഒരു മൊത്തം മണ്ണ്, ഒരു വീട്ടിൽ നിന്നൊക്കെ 8-10 ലോഡ് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ചവിട്ടാൻ കൊള്ളാത്ത ഭൂമി. പക്ഷേ അതിനുശേഷം ഒരു രാത്രി എന്നെ ഒരു ഭയം പിടിച്ചു. ഭയം ഒരു വല്ലാത്ത സംഭവമാണ്. ഫോബിയ എന്നും എന്താ പറയുക, പാനിക് അറ്റാക്ക് എന്നൊക്കെ ഇപ്പോഴത്തെ മനുഷ്യൻ പറയത്തില്ലേ, അതൊരു റിയൽ ഒരു ദുർശക്തി പോലെ എനിക്കൊരു പോരാട്ടം ഉണ്ടായി ആ രാത്രി. അതിഭയാനകമായ പോരാട്ടം, ഭയവുമായിട്ട് എനിക്ക് മനസ്സിലായ ദുഷ്ടശക്തി എന്നോട് പോരാടുക. പക്ഷേ ആ ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. ഞാനങ്ങനെ സാധാരണ പേടിക്കത്തില്ല, പക്ഷെ ആ രാത്രി ഭയം എന്നെ പിടിച്ചു. ഞാൻ ഹോളിൽ പോയിരുന്നു, ചർച്ചയിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച്, എൻ്റെ കൂടെ വന്നിരിക്കാമോ? അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് എൻ്റെ കൂടെ നേരം വെളുക്കോളായിരുന്നു. ഒരു 3:30 ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് രാവിലെ പോകണം. പുള്ളി തിരിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ ഇരുന്ന് എൻ്റെ കണ്ണിലോട്ടൊന്ന് ഉറക്കം കയറിയപ്പോൾ ബ്ലസ്സി വന്ന് വിളിച്ചു. ഒരാൾ വീട്ടിൽ വന്ന് വിളിക്കുന്നു. നേരം വെളുത്തില്ല, ആളെ കാണാൻ കഷ്ടിച്ചാളെ തിരിച്ചറിയാവുന്ന പോലെ വെട്ടം വരുന്നു. ഞാൻ ചെന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ 10-15 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരു ലോങ് ടൈമിൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇന്നാരല്ലേ? ആണു, എന്നാ വന്നത്? ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ, ഞാൻ വെറുതെ വന്നതേ ഉള്ളൂ. ഈ വെളുപ്പിന് നേരം വെളുത്തില്ല, അല്ല രാവിലെ ആകുമ്പോൾ പാർശ്വം ഇവിടെ കാണുമല്ലോ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ചോദിച്ചു, പേടിച്ചോ ഇന്നലെ രാത്രി? ഞാൻ പറഞ്ഞു, പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? വീണ്ടും ചോദിച്ചു, പേടിച്ചോ? ഉള്ളത് പറ. ഞാൻ പറഞ്ഞു, ഭയപ്പെട്ടു. കർത്താവ് 2 മണിയായപ്പം തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, പ്രിൻസ് മാസ്റ്റർ പേടിച്ചിരിക്കുക, നീ ഇപ്പം ചെന്ന് പറയണം ധൈര്യത്തോടെ ഇരിക്കാൻ. ഞാൻ പേടിച്ചിരുന്നത് എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിച്ച ആളോട് പോലും എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അങ്ങനെ കൊച്ചാകുന്നത് എങ്ങനെയാ. പക്ഷെ ഒരു ഭയം എന്നെ വല്ലാതെ വേട്ടയാടി. ഞാൻ അവിടെ ഭയന്നിരുന്ന ലോകത്തൊരു മനുഷ്യൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഭയപ്പെട്ടു എന്നറിഞ്ഞ് അങ്ങ് ദൂരെ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ടൊരു കർത്താവിനെ എനിക്കറിയാം. ഇങ്ങനൊരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പൻ്റെ മക്കളാകുന്നത് ഭയങ്കര ഭാഗ്യപ്പെട്ട കാര്യമല്ലേ? അവിടെയാണ് പ്രിവിലേജ് മാറുകയാ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അപ്പൻ്റെ മക്കളായി. അപ്പനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന പലപ്പോഴും പാപം നമ്മുടെ ഈ ബന്ധം വിച്ഛേദിക്കും. അതുകൊണ്ട് മുടിയമ്മത്തം തിരിച്ചു വന്ന് പറയുന്നത്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ആണ്. അവനെ ചേർത്ത് പിടിക്കുകയാണ്, അവൻ്റെ കൈ മോതിരി വിടുക, അവൻ്റെ കാല് ചെരുപ്പ് ധരിപ്പിക്കുക, അവനെ പുതിയ വസ്ത്രം അണിയിപ്പിക്കുക. ഈ രാത്രി എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധം കണ്ണ് നനഞ്ഞ അറിയുന്ന, മുഖം വാടി അറിയുന്ന, ഒറ്റക്കിരുന്ന അറിയുന്ന, അപ്പൊ വയ്യാന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരപ്പനെ അറിയാമോ? അപ്പൻ്റെ പേരാ ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ പിതാവായി മാറുക. കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ രാത്രി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ആകാശത്ത് ദൈവം പിതാവായി മാറുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ബന്ധമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ഇതൊരു ആശയമല്ല, ഇതൊരു വലിയ ഫിലോസഫിക്കൽ റിലിജൻ അല്ല. ഇതെല്ലാം ബന്ധത്തിൻ്റെ ഒരു വിശ്വാസമാണ്. ഇത് ബന്ധമാണ്. ഞാൻ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഫിലോസഫിക്കൽ റിലിജിയൻ. ദിസ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ആരോടുള്ള ബന്ധം? ത്രിയേക ദൈവവുമായിട്ടുള്ള ബന്ധം. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ് ഹു ഡൈഡ് ഫോർ യു? ഐ ഹാവ് ഓൺലി വൺ ക്വസ്റ്റ്യൻ ടു ആസ്ക് യു. ഹൗ യുവർ റിലേഷൻഷിപ്പ്? ഇന്ന് രാത്രി ആ ബന്ധം എവിടെങ്കിലും അപജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണെന്ന് ചിന്തയുണ്ടെങ്കിൽ, ഒരു ഏകാന്തത ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശൂന്യത ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെ ഒരു ഭയം ബാധിക്കുന്നുണ്ടെങ്കിൽ, എന്നെ അറിയുന്ന ഒരു പിതാവിൻ്റെ സന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ല കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ ധ്യാനിക്കും. പക്ഷേ എനിക്കറിയാം, എൻ്റെ കണ്ണ് നനഞ്ഞാൽ, എൻ്റെ മുഖം വാടിയ, എൻ്റെ ചങ്കൊന്ന് ഇടിച്ചാൽ എന്നെ അറിയുന്ന ഒരു പിതാവിനെ എനിക്കറിയാവുന്നത് കൊണ്ട് it's not a religion for me. It's all about relationship. ഈ രാത്രി ആ ദൈവം ആ ബന്ധത്തിന്റെ പുതുക്കം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇങ്ങനെ രോഗപീഠത്തിലൂടെ ഇരുന്ന് പോയപ്പം വല്ലാതെ ഭാരപ്പെട്ടപ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. ഈ ബന്ധത്തിന്റെ ആ വലിയ ശക്തി, അത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മ. എല്ലാവരും കരങ്ങളെല്ലാം ഉയർത്തി ഉറക്ക വിളിക്കാവുന്നവരെല്ലാം ഉറക്ക വിളിച്ച്
ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്നവർ കാണാ, അല്ല എപ്പോഴെങ്കിലും ഒക്കെ കേൾക്കുന്നവർ കാണാ. ഈ രാത്രി അപ്പം വിളിക്കുക, അപ്പന്റെ വീട്ടിലേക്ക് വിളിക്കുക. ഉറക്കെ വിളിച്ചേ. The very word which you like to call your dad. It's all about relationship. It is all about relationship. It is all about relationship. ആ ബന്ധം എവിടെങ്കിലും ഉടഞ്ഞിട്ടുണ്ടോ? ആ ബന്ധം എവിടെങ്കിലും അതിന്റെ ഇന്റിമസി പോയിട്ടുണ്ടോ? ഇന്റിമസി, ഇഫ് യു ലോസ് ദാറ്റ് ഇന്റിമസി വിത്ത് ക്രൈസ്റ്റ് ജീസസ്, ഗോഡ് ഈസ് കോളിംഗ് യു എന്തിനാ? ടു ഹാവ് എ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഇന്റിമേറ്റ്, യു മേ ബി ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്, God is calling you to have that intimate relationship with Christ Jesus, who died for you, who has risen for you, and who is there for interceding for you. He is calling you to have that, maintain that intimate relationship. കർത്താവേ, എൻ്റെ ബന്ധം പുതുക്കണമേ. ആ ബന്ധം പുതുക്കിയ പിന്നെ നാം ആരുമില്ലാത്തവരായി മാറത്തില്ല. അതുകൊണ്ട് തന്നെ ആ പാവം പാടുകയാ. എവിടെയോ വല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പാടി, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിന്റെ അപ്പവും. എന്റെ ദൈവം, അത് ബന്ധമാ. രക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന പ്രിവിലേജ്. അവരെയാണ് സഭയോട് ചേർക്കുക. ആരോട്? ഈ ദൈവത്തോട് ബന്ധമുള്ളവർക്ക്. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് ചില മിനിറ്റുകൾ മുമ്പോട്ട് പോയി എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ എന്നോട് പൊറുക്കണേ. ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇച്ചിരി മുമ്പിട്ട് പോയി, സാരമില്ല. കാരണം പലർക്കും അപ്പനെ കുറിച്ച് പറയാൻ നാണക്കേടാ. വലിയ അപ്പനാണെ പറയും, മൈ ഫാദർ ഈസ് എ ഫാർമർ എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട് കാണുക. മൈ ഫാദർ ഈസ് എ, അല്ലെങ്കിൽ വലിയ ബിസിനസ്മാനോ വലിയ ആളോ ആണെങ്കിൽ പറയാൻ ഇഷ്ടമാണ്. പക്ഷെ അല്ലെങ്കിൽ ഇഷ്ടക്കേടില്ലേ. പക്ഷെ നമുക്ക് വേണ്ടി മരിച്ച, കണ്ടാൽ അറിയാത്തവനായി വിരൂപനായി മാറിയ ഒരപ്പനുണ്ടെന്ന് സ്നേഹം വാരിക്കോരിത്തരാൻ നമുക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു പിതാവ്. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനോ, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനോ, വിധവയുടെ കാന്തനും സാധുവിന്റെ അപ്പവോ. എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. ഇന്ന് രാത്രി അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, if you have lost that relationship, കർത്താവ് ഇന്ന് രാത്രി വിളിക്കുക, ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആവോളം ദൈവത്തെ ഒന്ന് വിളിച്ച്, ഹൃദയത്തിൽ നിന്ന് വിളിച്ച്, അബ്ബാന്ന് വിളിച്ച് അപ്പൻ്റെ അടുക്കൽ എല്ലാ സങ്കടവും പറയാം കേട്ടോ. You can pour out your heart before that Father. He will not condemn you. He will not criticize you. He will not question you. Unconditional acceptance. കർത്താവേ എൻ്റെ പിതാവേ, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതൻ, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാൻ, വിധവിയുടെ കാന്തൻ, സാധുവിന്റെ അപ്പ്. എല്ലാവർക്കും എല്ലാമായ ദൈവം. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതൻ, പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാൻ. പിതാവേ, ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാന്ന് വിളിച്ച എല്ലാ സങ്കടവും പറഞ്ഞേ, അപ്പാന്ന് വിളിച്ച എല്ലാ ഒറ്റപ്പെടലും പറഞ്ഞേ, അപ്പാന്ന് വിളിച്ച എല്ലാ ആകുലതകളെയും നാളെക്കുറിച്ചുള്ള ഭീതിയെ. ബില്ലിന്റെ ലോകത്തൂടെ ഒരു പക്ഷെ ഓടുമ്പോ ഒരു ഇല്ലിന്റെ ലോകത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, എവിടെയോ ഒരു ഏകാന്തത വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തോട് പറ, അപ്പ എൻ്റെ സങ്കടം, എൻ്റെ ഭയം, എൻ്റെ ആകുലത ഒരു രാത്രി ഭയപ്പെട്ടപ്പോൾ ഒരാളെ അയച്ചൊരു കർത്താവിനെ എനിക്കറിയാം. ആ പ്രഭാതം സന്ധിയും കരച്ചിൽ വന്ന് രാപാർക്കു എന്ന ഉഷസ്സിൽ വരുന്നതിന് മുമ്പ് എനിക്കുള്ള ഉത്തരവുമായി വന്നൊരു കർത്താവിനെ ഈ രാത്രി ഞാൻ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ പിതാവ് നമ്മുടെ പിതാവായി മാറുമോ? ആ പിതാവിനെ നമ്മുടെ പിതാവായി സ്വീകരിക്കോ? എനിക്ക് പരിചയപ്പെടുത്താൻ ഒന്നേ ഉള്ളൂ. He is my father. I is my father. I just would like to introduce my father.